പ്രിയമുള്ള യുവജന സഖാക്കളെ, നല്ലവരായ നാട്ടുകാരെ, സഹോദരി സഹോദരന്മാരെ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ 12 വർഷം മുമ്പ് ഈ നാടിൻ്റെ ജനകീയ മുഖമായി പ്രവർത്തിക്കുന്നതിനിടയിൽ ലഹരി മാഫിയയുടെ ആക്രമണത്തിനിരയായി ജീവൻ ഉപേക്ഷിച്ചു പോകേണ്ടി വന്ന ഈ യുവജന പ്രസ്ഥാനത്തിൻ്റെയും ഈ പ്രദേശത്തെ പൊതുജനാധിപത്യ പ്രസ്ഥാനത്തിൻ്റെയും ധീരനായ സഖാവ് ഫിലിപ്പ് ജോണിനെ അനുസ്മരിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് നമ്മളിവിടെ ഒത്തുചേർന്നിട്ടുള്ളത്. നമ്മൾ ഇടതുപക്ഷത്ത് നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ച്, കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ച്, DYFI പ്രവർത്തകരെ സംബന്ധിച്ച് അനുസ്മരണം എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള ഒരു കാര്യമല്ല. അനുസ്മരിക്കപ്പെടുന്ന മനുഷ്യൻ്റെ ജീവിതത്തെ സംബന്ധിച്ചുള്ള വാഴ്ത്തുപാട്ടല്ല. അനുസ്മരിക്കപ്പെടുന്ന മനുഷ്യൻ്റെ ജീവിതത്തിൽ നിന്ന് എൻ്റെയും നിങ്ങളുടെയും ഈ പുതിയ കാലത്തെ ജീവിതത്തിലേക്ക് എന്തെങ്കിലും പകർത്താനുണ്ടോ എന്ന അന്വേഷണമാണ് നമ്മൾ ഇടതുപക്ഷത്ത് നിൽക്കുന്ന DYFI പ്രവർത്തകരായ, കമ്മ്യൂണിസ്റ്റുകാരായ നമുക്കെല്ലാവർക്കും ചെയ്യാനുള്ളത്. ആ ഒരർത്ഥത്തിൽ 12 കൊല്ലം മുമ്പ് ഈ നാട്ടിലെ പുതിയ തലമുറയെ തകർക്കാൻ, ഈ നാടിൻ്റെ സ്വൈരജീവിതം തകർക്കാൻ കടന്നു വന്ന ലഹരി മാഫിയയോട് ഏറ്റുമുട്ടി സ്വന്തം ജീവിതം കൊണ്ട് കണക്ക് തീർത്തുപോയ സഖാവ് ഫിലിപ്പ് ജോണിൽ നിന്ന് ഈ പുതിയ കാലത്ത്, വർത്തമാനകാലത്ത് നമ്മുടേതുപോലുള്ളൊരു യുവജന പ്രസ്ഥാനത്തിന്, അതിൻ്റെ പ്രവർത്തകർക്ക് എന്തെല്ലാം പകർത്താനുണ്ട് എന്ന്, ഈ പുതിയ കാലത്തെ പ്രതിസന്ധികളെ മുറിച്ചു കടക്കാൻ അനശ്വരനായ രക്തസാക്ഷിയുടെ ജീവിതത്തിൽ നിന്ന് എന്തെല്ലാം നമുക്ക് പറിച്ചെടുക്കാനുണ്ട് എന്ന ആലോചന ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് അവസാനിക്കുന്നതല്ല, മറിച്ച് നമ്മുടെ ദൈനംദിനമായ പ്രവർത്തനങ്ങളിൽ സഖാവിൻ്റെ ഓർമ്മകളെ കരുത്താക്കി ഈ വർത്തമാനകാലത്തെ രാഷ്ട്രീയത്തിൻ്റെ പ്രതിസന്ധികളെ മുറിച്ചു കടക്കുക എന്നതാണ് ഈ പുതിയ കാലത്ത് രക്തസാക്ഷി അനുസ്മരണം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച DYFIയുടെ ബ്ലോക്ക് ഭാരവാഹികൾ, സെക്രട്ടറിയും പ്രസിഡന്റും ഉൾപ്പെടെ ചുരുങ്ങിയ വാക്കുകളിലാണെങ്കിലും സൂചിപ്പിച്ചതുപോലെ 13 കൊല്ലം മുമ്പ് നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ സഖാവ് എന്തിനു വേണ്ടിയാണോ ഈ തെരുവിൽ പൊരുതി നിന്നത്, അതിനു സമാനമായ സാമൂഹ്യ സാഹചര്യം നമ്മുടെ നാട്ടിൽ ഇന്നും നിലനിൽക്കുകയാണ് എന്ന് നമുക്കറിയാം. യഥാർത്ഥത്തിൽ നമ്മുടെ കേരളീയ ജനതയെ, പുതിയ യുവത്വത്തെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന അരാഷ്ട്രീയതയുടെ, അരാജകത്വത്തിൻ്റെ ഏറ്റവും മലീമസമായ ഒരു സാമൂഹ്യ സൃഷ്ടി ആഗോളവൽക്കരണാനന്തരം നമ്മുടെ നാട്ടിൽ വളരെ വേഗതയിൽ നടന്നു കഴിഞ്ഞതാണ്. യഥാർത്ഥത്തിൽ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതും പുകവലിക്കുന്നതും അതുപോലുള്ള മാർഗങ്ങളെല്ലാം ചെറുപ്പക്കാരും മനുഷ്യരുമെല്ലാം ഉപയോഗിച്ചു വരുന്നതും ഇന്നോ ഇന്നലെയോ നമ്മുടെ സമൂഹത്തിൽ തുടങ്ങിയതല്ല. പക്ഷെ നമ്മുടെ നാട് മദ്യത്തോട് ആസക്തിയുള്ള, മറ്റു പല കാര്യങ്ങളോടും ആസക്തിയുള്ള ഒരു സമൂഹമായി മാറിപ്പോയത് 1990-കൾക്ക് ശേഷം ആഗോളവൽക്കരണത്തിൻ്റെ മനുഷ്യത്വരഹിതമായ കുത്തിയൊഴുക്കിലാണ് എന്ന് നമുക്ക് തിരിച്ചറിയാനാകും. നിങ്ങൾ നോക്കൂ, 1990-കളിലാണ് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും പ്രചണ്ഡമായി സംഘടിക്കുന്നതിനെതിരായി, സമരം ചെയ്യുന്നതിനെതിരായി, രാഷ്ട്രീയത്തിനെതിരായി ഏറ്റവും വലിയ പ്രതിലോമകരമായ മുദ്രാവാക്യങ്ങൾ പലതും നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ഉയർന്നു കേട്ടത്. കലാലയങ്ങളിൽ കുട്ടികൾ സംഘടിക്കരുതെന്നും സമരം ചെയ്യരുതെന്നും കുട്ടികൾ പഠിക്കാനാണ് പോകുന്നതെന്നും നിരുപദ്രവകരമെന്ന് തോന്നുന്ന അഭിപ്രായങ്ങൾ 1990-കളിലാണ് കേരളീയ സമൂഹത്തിൽ ബലപ്പെട്ടത്. തൊഴിലാളികൾ മുദ്രാവാക്യം വിളിക്കരുതെന്നും സമരം ചെയ്യരുതെന്നും റോട്ടിൽ പ്രകടനം നടത്തരുതെന്നും പൊതുയോഗം നടത്തരുതെന്നും നാട്ടിൽ ചർച്ചയാകുന്നത്, കോടതി ഇടപെടുന്നത്, ഇതിനെല്ലാം വിലക്ക് വരുന്നത് 1990-കളോടുകൂടിയാണ്. നിങ്ങൾ നോക്കൂ, 2025-ൽ നമ്മൾ എത്തി നിൽക്കുമ്പോൾ നമ്മൾ അറിയുന്നു, നമ്മുടെ നാട്ടിലെ കലാലയങ്ങളിൽ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനങ്ങൾക്ക് നിരോധനം വന്നപ്പോൾ അവിടെ നിന്ന് വിദ്യാർത്ഥി സംഘടനകളുടെ മുദ്രാവാക്യങ്ങളുടെ മാറ്റൊലികൾ നിന്നപ്പോൾ
അവിടെ ഏത് സംഘടനകളുടേതായാലും അവരുടെ കൊടിയടയാളങ്ങളും സർഗാത്മകമായ രാഷ്ട്രീയ ചർച്ചകളും കലാലയ മുറ്റങ്ങളിൽ നിന്ന് അപ്രത്യക്ഷമായപ്പോ അവിടെ ഗാങ് പൊളിറ്റിക്സ് വരുന്നു, അവിടെ മതതീവ്രവാദ പ്രസ്ഥാനങ്ങൾ വരുന്നു, അവിടെ ജാതീയമായ വേർതിരിവുകൾ ഉണ്ടാകുന്നു. അവിടെ പ്രിയപ്പെട്ടവരെ ഇതുപോലെ ലഹരി മാഫിയ പിടിമുറുക്കുന്ന തരത്തിൽ നമ്മുടെ കലാലയങ്ങൾ മാറുന്നു. നമ്മുടെ തെരുവുകളിൽ, നമ്മുടെ ഗ്രാമങ്ങളിൽ, നാലാള് കൂടുന്നിടത്ത് എല്ലായിടത്തും പ്രിയപ്പെട്ടവരെ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നത് മോശമാണ് എന്ന ഒരു പൊതുബോധം 1990 ശേഷം 3 പതിറ്റാണ്ട് കാലം ആഗോളവൽക്കരണ ഇന്ത്യയുടെ ഈ പരക്കമ്പാച്ചിനിടയിൽ കേരളീയ സമൂഹത്തിൽ വന്ന മാറ്റമാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് നമ്മുടെ നാട് എത്തി നിൽക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം. നമ്മുടെ നാട് ഒരു ഭാഗത്ത് നവകേരള സൃഷ്ടിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ കേരളവും അതിന്റെ ഭരണ സംവിധാനവും ഇടതുപക്ഷ രാഷ്ട്രീയവും കുതിച്ചു മുന്നേറാൻ, പുതിയ വഴികൾ വെട്ടാൻ ഈ നാടിനെ പ്രാപ്തമാക്കി മുന്നോട്ടൊരു ഭാഗത്ത് കുതിക്കുമ്പോൾ ഈ കേരളത്തെ അങ്ങനെ മുന്നേറാൻ അനുവദിക്കില്ല എന്ന് തീരുമാനിച്ചുകൊണ്ട് ഈ നാടിനെ ഏറ്റവും ശക്തിമത്തായ നിലയിൽ പുറകോട്ട് വലിക്കുന്ന ചില ശക്തികൾ നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ. നമുക്കറിയാം, ലഹരി മാത്രമല്ല, നമ്മുടെ നാടിന്റെ ഭാവിയെ ഇരുളടയ്ക്കുന്ന, നമ്മുടെ നാടിനെ മുന്നോട്ട് നയിക്കുന്നതിന് തടസ്സം നിൽക്കുന്ന എത്രയോ പ്രതിലോമകരമായ ആശയങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് മേൽക്കോയ്മ നേടിക്കൊണ്ടിരിക്കുകയാണ്. അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും അതുപോലെ തന്നെ യുക്തിയില്ലായ്മയും നമ്മുടെ നാടിനെ പിറകോട്ട് നയിക്കുന്ന എത്രയോ അനുഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടേക്കാണ് നമ്മുടെ നാട് പോകുന്നത് എന്ന് നമ്മൾ അറിയണം. കാലിൽ ചെരുപ്പ് ധരിക്കാതെ, കുടുംബ മുറിച്ചെറിഞ്ഞ് പൂണൂല് പൊട്ടിച്ച് സാധാരണക്കാരന്റെ ചേരിയിലേക്ക് കാൽനടയായി കടന്നുപോയ സഖാവ് EMSന്റെ നാടാണിത്. VT ഭട്ടതിരിപ്പാടിന്റെ, MRBയുടെ, ICPയുടെ, ചാവറയച്ചന്റെ, മത്തിത്തങ്ങളുടെ, ശ്രീനാരായണ ഗുരുവിന്റെ, സ്വാമി വിവേകാനന്ദന്റെ, വയലാർ രാമവർമ്മയുടെ, കുമാരനാശാന്റെ, തകഴി ശിവശങ്കരപിള്ളയുടെ പ്രിയപ്പെട്ടവരുടെ എഴുത്തിലൂടെ, പറച്ചിലൂടെ, പ്രവൃത്തിയിലൂടെ ഈ നാടിനെ ആധുനിക കേരളമാക്കി മാറ്റാൻ നിലനിൽക്കുന്ന സാമൂഹ്യ വ്യവസ്ഥിതിയോട് കലഹിച്ചു പൊരുതി ഈ നാടിനെ മുന്നോട്ട് നയിച്ച മഹാരഥന്മാരുടെ കാലടിപ്പാടുകൾ വീണ നാടാണിത്. ആ നാടെങ്ങനെയാണ് ഇങ്ങനെ ഒരു നാടായി പോകുന്നത്? നിങ്ങൾ നോക്കൂ, ലോകത്തിന്റെ ഏതു കോണിലും വിജ്ഞാന സമ്പദ്ഘടനയിലേക്ക് വളരുന്ന കേരളത്തിന്റെ കയ്യൊപ്പ് ചാർത്തി അഭിമാനത്തോടെ ലോകത്തിന്റെ നെറുകയിൽ ഈ കേരളം ചെന്നു നിൽക്കുമ്പോൾ ഈ കേരളത്തെ ഇകഴ്ത്തി കാട്ടുന്നതിന് ഇങ്ങനെയുള്ള പ്രതിലോമ ശക്തികൾ നമ്മുടെ നാട്ടിൽ പ്രിയപ്പെട്ടവരെ വല്ലാത്ത നിലയിൽ ബോധപൂർവം ഇടപെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ കാണണം. ഇതിനെ തുറന്നെതിർക്കാതെ, ഇതിനോട് തെരുവിൽ മുഖാമുഖം കലഹിക്കാതെ, ഇതിനോട് തെരുവിൽ ഏറ്റുമുട്ടാതെ വർത്തമാനകാലത്ത് യുവജന പ്രസ്ഥാനത്തിന്, DYFIക്ക് മുന്നോട്ട് പോകാനാവില്ല എന്ന് നമുക്ക് തിരിച്ചറിയാനാകണം. നിങ്ങൾ ഓരോ കാര്യങ്ങളും എടുത്താൽ നമുക്കറിയും എവിടേക്ക് നമ്മുടെ നാട് പോകുന്നുവെന്ന്. നമ്മുടെ കുട്ടികൾ, നമ്മുടെ പുതിയ തലമുറ ഇന്ത്യയിൽ ലോകത്ത് ഏറ്റവും നല്ല വിദ്യാഭ്യാസമുള്ള ഒരു തലമുറ കേരളീയ തലമുറയാണ്, സമൂഹമാണ്. പക്ഷെ അതിന്റെ ഗുണപരമായ വശം എന്താണ്? അവിടെയാണ് ഈ കേരളം തിരിഞ്ഞു നടക്കുന്നതിന്റെ അനുഭവങ്ങൾ നമ്മൾ കാണുന്നത്. സുവോളജിയിൽ റാങ്ക് കിട്ടുന്ന കുട്ടികൾ നമ്മുടെ നാട്ടിൽ, ലോകം, ഈ സമൂഹം മാറരുത് എന്ന് പറഞ്ഞ് പ്രകടനം നടത്തുന്നു നമ്മുടെ നാട്ടിൽ. 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയും തുടർന്നും പഠിക്കുന്നതിനിടയിൽ എന്തിനാണ് പഠിക്കുന്നത് എന്ന് നമ്മുടെ കുട്ടികളെ, നമ്മൾ ഉൾപ്പെടെ പുതിയ തലമുറയെ പഠിപ്പിക്കാൻ നമ്മുടെ ക്രമത്തിന്, നമ്മുടെ സാമൂഹ്യമായ ഈ സിസ്റ്റത്തിന് കഴിഞ്ഞില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. ഒരു ഭാഗത്ത് ശാസ്ത്രം പഠിക്കുകയും ശാസ്ത്രവിരുദ്ധമായി ജീവിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹം ഈ കേരളത്തിൽ രൂപപ്പെടുന്നു. ഭൂമി ഉരുണ്ടതാണെന്ന് പഠിക്കുകയും ഭൂമി പരന്നതാണെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹം നമ്മുടെ നാട്ടിലുണ്ടാകുന്നു. ചന്ദ്രൻ ഒരു ഉപഗ്രഹമാണെന്നും ചൊവ്വ ഒരു ഗ്രഹമാണെന്നും സൗരയൂഥം എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ടെന്നും സൂര്യൻ ഒരു നക്ഷത്രമാണെന്നും അതവിടെ നിൽക്കുകയാണെന്നും ഭൂമി സൂര്യനെ ചുറ്റുകയാണെന്നും ഇങ്ങനെ ചുറ്റുമ്പോൾ ഭൂമി സ്വയം ഒന്ന് തിരിയുന്നുണ്ടെന്നും ഇങ്ങനെയാണ് രാവും പകലും ഉണ്ടാകുന്നതെന്നും എല്ലാം നമ്മൾ പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടാൻ വേണ്ടി മാത്രം പഠിക്കുകയും
ഇതെല്ലാം ഒരദൃശ്യമായ ശക്തി കൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നത് എന്ന് വിശ്വസിച്ചു പോവുകയും ചെയ്യുന്ന ഒരു സമൂഹം നമ്മുടെ മുമ്പിലുണ്ട്. ആ സമൂഹം അരാജകത്വത്തിലേക്ക്, അരാഷ്ട്രീയതയിലേക്ക് വഴുതിപ്പോകും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതാണിപ്പോൾ നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നോക്കൂ, ചൊവ്വയിലേക്ക് ലോകത്തെ മനുഷ്യൻ പോകാൻ 100 പേരെ തിരഞ്ഞെടുത്തതിൽ ഈ കേരളത്തിൽ പാലക്കാട് ജില്ലക്കാരി ശ്രദ്ധാ പ്രസാദ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുണ്ട്. ഇന്ന് മാർച്ച് 8 വനിതാ ദിനമാണ്, അന്താരാഷ്ട്ര വനിതാ ദിനം. ശ്രദ്ധാ പ്രസാദിന്റെ കൂടെ 100 ആളുകൾ ചൊവ്വയിൽ പര്യവേഷണം നടത്താൻ ഈ ഭൂമിയിൽ ഇതുപോലെ വായുവുണ്ടോ, അന്തരീക്ഷമുണ്ടോ, ഇതുപോലെ ജീവിതം സാധ്യമാകുമോ എന്ന് ശാസ്ത്രം കണ്ടെത്താൻ പഠിക്കാൻ ശാസ്ത്രം വളർന്നു നിൽക്കുമ്പോ ചൊവ്വാദോഷത്തിന്റെ പേരിൽ കല്യാണം മുടങ്ങണ ഒറ്റ നാട് ഈ ലോകത്തുള്ളൂ. ആ നാടായി നമ്മുടെ കേരളം മാറുന്നു. അതിന് ബോർഡ് വെക്കുന്ന പ്രമാണിമാരുടെ നാടായി നമ്മുടെ നാട് മാറുന്നു. 10 വോട്ടിന് വേണ്ടിയോ ഏതെങ്കിലും നിലനിൽപ്പിന് വേണ്ടിയോ എന്നെ പോലെ നിങ്ങളെപ്പോലെ ഇടതുപക്ഷത്ത് നിൽക്കുന്ന മനുഷ്യർ ഇവിടെ മൗനം പാലിച്ചാൽ ഇവിടേക്കാണ് നമ്മുടെ സമൂഹം പോവുക. എത്ര അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടായി. സ്വന്തം സഹപാഠികളെ തലയ്ക്കും അടിച്ചു കൊല്ലാൻ യാതൊരു അറപ്പും മടുപ്പുമില്ലാത്ത പുതിയ തലമുറ ഈ നാട്ടിൽ എങ്ങനെ ഉണ്ടായി? പ്രിയപ്പെട്ടവരെ, നമുക്ക് മനസ്സിലാക്കാനാവും, നമ്മുടെ നാട്ടിൽ ആദ്യം ഒരു ഭർത്താവിനെ മരണശേഷം 2ാമത് കല്യാണം കഴിച്ചാലാണ് ഭാവി ബാസുരമാകുക എന്നൊരു ജ്യോത്സ്യൻ പറയുമ്പോ സ്വന്തം കാമുകന് വിഷം കലർത്തി കൊടുക്കാൻ മടിയില്ലാത്ത പെൺകുട്ടികളുടെ നാടായി ഈ കേരളം എങ്ങനെ മാറുന്നു? അരക്കുതാലം മുടി നീട്ടി വളർത്തിയ ഒരാളാണ് തന്റെ ജീവിതം കലക്കിയതെന്ന് കവടി നിരത്തി ഒരു ജ്യോത്സ്യൻ വിളിച്ചു പറയുമ്പോ പുലർച്ചെ എണീറ്റ് കണ്ണു തിരുമ്മി അപ്പുറത്തേക്ക് നോക്കുമ്പോ അരക്കുതാലെ നീട്ടി വളർത്തി മുടിയുള്ള ഒരു സ്ത്രീയെ അയലത്തെ വീട്ടിൽ കാണുമ്പോൾ അടുക്കളയിൽ കയറി കൊടുവാളെടുത്ത് ഈ സ്ത്രീയെ വെട്ടിവീഴ്ത്തി കൊലപ്പെടുത്തി പോയി വർഷങ്ങൾ കഴിഞ്ഞും ഈ പകതീരാതെ ഈ സ്ത്രീയുടെ ഭർത്താവിനെയും അവരുടെ അമ്മയെയും കൊന്നു തള്ളുന്ന ചെന്താമരമാരുടെ ചെളിക്കുളമായി എങ്ങനെയാണ് നമ്മുടെ നാട് മാറിപ്പോയത്? ഇവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അവനവനിലേക്ക് ചുരുങ്ങാൻ, പുറത്തേക്ക് കണ്ണും കാതും തുറക്കരുതെന്ന് പറയാൻ, കുട്ടികൾ കുട്ടികളുടെ കാര്യം നോക്കിയാൽ മതി എന്ന് പറയാൻ, അവർ പഠിക്കാനാണ് പോകുന്നവർ പഠിച്ചാൽ മതി എന്ന് പറയാൻ, ഇവിടെ തൊഴിലാളികൾ പണിയെടുത്താൽ മതി എന്ന് പറയാൻ, മുദ്രാവാക്യം വിളിക്കരുത്, സമരം ചെയ്യരുത്, സംഘം ചേരരുത്, പൊതുവായ കാര്യങ്ങൾ ചർച്ച ചെയ്യരുത്, പരസ്പരം പങ്കുവെക്കരുത്, എല്ലാവരും ഇങ്ങനെ ഒറ്റയ്ക്കൊറ്റയ്ക്കായി ചെറിയ യൂണിറ്റുകളായി അണുകുടുംബത്തിൽ ഇങ്ങനെ ഒറ്റയ്ക്കൊറ്റയ്ക്കാക്കി ഈ സമൂഹത്തെ മാറ്റി തീർക്കുന്ന ആഗോളവൽക്കരണത്തിന്റെ ബലഭൂനത ശക്തികളുടെ ലാഭക്കൊതിയിൽ അധിഷ്ഠിതമായ സാമൂഹ്യ ക്രമമാണ് ഈ ലോകത്തെ, ഈ കേരളത്തെ അതിവേഗം ഇങ്ങനെ അപകടത്തിലേക്ക് കൊണ്ടുപോയത് എന്ന് നമ്മൾ അറിയണം. പണ്ടും നമ്മുടെ നാട്ടിൽ മദ്യം ഉപയോഗിച്ചിട്ടുണ്ട്, പണ്ടും നമ്മുടെ നാട്ടിൽ ലഹരി ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ അന്ന് ഇതുപോലെ ആസക്തിയുള്ള ഒരു സമൂഹമില്ല. ഇന്ന് നിങ്ങൾ നോക്കൂ, കേരളത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മദ്യോപഭോഗമുള്ള നാട് കേരളമല്ല, ഇപ്പോഴുമല്ല. പക്ഷെ നമ്മൾ ഞെട്ടിക്കുന്ന ചില കണക്കുകളുണ്ട്. 13ാമത്തെ വയസ്സിൽ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചു തുടങ്ങുന്ന കുട്ടികളുടെ നാടാണ് ഈ കേരളമെന്ന് കണക്കുകൾ നമ്മളോട് പറയുന്നുണ്ട്. ഈ കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യരുടെ ആളോഹരി മദ്യോപഭോഗം 60 ലിറ്ററാണെന്ന് നമ്മുടെ നാട്ടിൽ കണക്കുകൾ പുറത്തു വരുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, എവിടേക്ക് നമ്മുടെ നാട് പോകുന്നു? ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ കല്യാണത്തലേന്ന് കുട്ടി ജനിച്ചാൽ 28-ന് 56-ന് നൂലുകെട്ടിന് പിറന്നാളിന് ഒരു വീടുണ്ടാക്കുമ്പോൾ അതിന്റെ അസ്ഥിവാരങ്ങളൊക്കെ അടിക്കല്ലിടുന്നതിന് ബെൽറ്റ് വാർപ്പിന്, ലിൻഡർ വാർപ്പിന്, മെയിൻ വാർപ്പിന്, കയറി താമസത്തിന് എല്ലാ കാര്യങ്ങൾക്കും മദ്യം വിളമ്പുക എന്നതൊരു ആചാരം കണക്കെ അനുവർത്തിച്ചു വരുന്ന ഒരു സമൂഹത്തിന്റെ മുന്നിൽ അരുതെന്ന് പറയാൻ, തിരുത്തണമെന്ന് പറയാൻ പ്രിയപ്പെട്ടവരെ നമുക്കല്ലാതെ ആർക്കാണ് കഴിയുക? ഈ യുവജന പ്രസ്ഥാനത്തിനല്ലാതെ ഏത് പ്രസ്ഥാനത്തിന് ഈ സമൂഹത്തിൽ ഇത് പറയാനാകും? ഇതൊരു ലഹരിയുടെ മാത്രം കാര്യമല്ല, ഇതൊരു സാമൂഹ്യ പ്രശ്നമാണ്, ഇതൊരു രാഷ്ട്രീയ പ്രശ്നമാണ്. ലഹരി ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ പണം നഷ്ടപ്പെടും, ആരോഗ്യം നഷ്ടപ്പെടും, സ്വൈരമുള്ള സമൂഹവും വീടില്ലാണ്ടാവും. ഇത് മാത്രമല്ല, കെട്ടുറപ്പുള്ള ഒരു സമൂഹം ഇല്ലാതെവും, രാഷ്ട്രീയമായ ധാരണയുള്ള ഒരു സമൂഹത്തിന്റെ നഷ്ടം വരും. നിങ്ങൾ നോക്കൂ, വൈകുന്നേരം വരെ പണിയെടുത്ത് വൈകുന്നേരത്ത് കത്തിട്ട് 500-1000 രൂപ ഉണ്ടാക്കി
ഉണ്ടാക്കി കമ്പനി കൂടി രണ്ടടിച്ച് റോട്ടിലിരിക്കുന്ന ആളുകൾക്ക് കേരളത്തിന്റെ GST വിഹിതം തടഞ്ഞാൽ എന്താ പ്രശ്നം? കേരളത്തിന്റെ പദ്ധതി വിഹിതം തടഞ്ഞു എന്ന് പറഞ്ഞ് ഇവിടെ ഡിവൈഎഫ്ഐ പ്രകടനം നടത്തുമ്പോ ഇപ്പുറത്ത് രണ്ടെണ്ണം അടിച്ചിരിക്കുന്ന മനുഷ്യനത് ചിന്തിക്കാൻ അവന്റെ മനം പോകുമോ? ഇതൊരു രാഷ്ട്രീയ പ്രശ്നം കൂടിയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അരാഷ്ട്രീയതയുടെ അരാജകത്വത്തിന്റെ വഴിയിലേക്ക്, ലഹരിയുടെ വഴിയിലൂടെ ഈ നാടിനെ കൊണ്ടുപോകും. അത് ഈ നാട്ടിൽ ഇതേ സാമൂഹ്യ വ്യവസ്ഥിതി ഇങ്ങനെ തന്നെ നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുടെ കൂടി പദ്ധതിയാണ് എന്ന് തിരിച്ചറിയുമ്പോഴാണ് ഇതിന്റെ രാഷ്ട്രീയ ഉള്ളടക്കം എന്ത് എന്ന് നമുക്ക് മനസ്സിലാക്കാനാവുക. തിരുത്താൻ നമുക്ക് മുന്നോട്ട് പോകാനാകുമോ? ഇതിനോട് കലഹിക്കാതെ, ഇതിനോട് സമരം ചെയ്യാതെ, ഇതിനോട് സന്ധിയില്ലാതെ പൊരുതാതെ ഫിലിപ്പ് ജോണിന്റെ പ്രസ്ഥാനത്തിന്, ഡിവൈഎഫ്ഐക്ക് ഈ നാടിന്റെ നാട്ടിൻപുറങ്ങളിൽ പ്രിയപ്പെട്ടവരെ മൗനം പാലിച്ചിരിക്കാനാകുമോ? ആകില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ കേരളത്തിന്റെ തെരുവിൽ ഈ യുവജന പ്രസ്ഥാനം, വിദ്യാർത്ഥി പ്രസ്ഥാനം, പൊതുജനാധിപത്യ പ്രസ്ഥാനം കൃത്യമായ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ച് ഈ രൂപത്തിലുള്ള നിലപാടുകളുമായി നമ്മൾ മുന്നോട്ട് പോകുന്നു. 2025 സഖാവിന്റെ 13ാമത് രക്തസാക്ഷി വാർഷിക ദിനത്തിന്റെ ഭാഗമായി നമ്മളോട് ഒത്തുചേരുന്ന ലോക രാഷ്ട്രീയ സാഹചര്യം നമുക്കറിയാം. ഇന്ത്യയുടെയും കേരളത്തിന്റെയും രാഷ്ട്രീയത്തെ സംബന്ധിച്ച് നമുക്കറിയാം. ഡിവൈഎഫ്ഐയെ പോലെ ഇടതുപക്ഷത്തോട് കണ്ണി ചേർന്ന് നിൽക്കുന്ന ഒരു പ്രസ്ഥാനം, ലോകത്താകെയുള്ള ഏത് കാര്യങ്ങളിലും കൃത്യമായ നിലപാടും അഭിപ്രായമുള്ളൊരു പ്രസ്ഥാനം, അത് ഈ യുവജന പ്രസ്ഥാനത്തിന്റെ പ്രത്യേകതയാണ്. അസംഖ്യം പ്രസ്ഥാനങ്ങൾ നമ്മുടെ ചുറ്റുപാടും യുവജന രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. നമുക്കറിയാം, ഈ നാടിനറിയാം, ഡിവൈഎഫ്ഐ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ല, രാഷ്ട്രീയ പാർട്ടിയല്ല. ഡിവൈഎഫ്ഐ ഇന്ന് വരെ ഒരു തെരഞ്ഞെടുപ്പിലും മത്സരിച്ചിട്ടില്ല. പക്ഷെ ഡിവൈഎഫ്ഐക്ക് രാഷ്ട്രീയമുണ്ട്. എന്താണ് ഡിവൈഎഫ്ഐയുടെ രാഷ്ട്രീയം? ഡിവൈഎഫ്ഐയുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു നിലപാടാണ്. ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള സമരത്തിൽ ഇല്ലാത്തവനോടൊപ്പം നിൽക്കുക എന്നതാണ് ഡിവൈഎഫ്ഐയുടെ രാഷ്ട്രീയം. വിശക്കുന്നവനും വിശക്കാത്തവനും ഉള്ളൊരു സമൂഹത്തിൽ വിശക്കുന്നവനോടൊപ്പം നിൽക്കുക എന്നതാണ് ഡിവൈഎഫ്ഐയുടെ രാഷ്ട്രീയം. ചൂഷകനും ചൂഷിതനുമുള്ള കാലത്ത് ചൂഷണം ചെയ്യപ്പെടുന്ന മനുഷ്യനോടൊപ്പം അവനെ ചേർത്ത് പിടിക്കുക എന്നതാണ് ഈ ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ രാഷ്ട്രീയം. അതുകൊണ്ടാണ് ലോകത്ത് മാനവരാശി അഭിമുഖീകരിക്കുന്ന ഏത് പ്രശ്നങ്ങളെ സംബന്ധിച്ചും ഈ യുവജന പ്രസ്ഥാനം കൃത്യമായ അഭിപ്രായം ഈ ലോകത്തോട് വിളിച്ചു പറയുന്നത്. ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന കോടിക്കണക്കായ മനുഷ്യർക്ക് എല്ലാവർക്കും ഇഷ്ടം പോലെ ആഹാരം കഴിക്കാനുള്ള ഭക്ഷ്യധാന്യം ഈ ലോകത്ത് വിവിധ രാജ്യങ്ങളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അരിയും ഗോതമ്പും ബാർലിയും ചോളവുമായി ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോഴും ഓരോ നിമിഷാർദ്ധത്തിലും പട്ടിണി കിടന്ന് 10,000 മരിക്കുന്ന ലോകമായി ഈ ലോകം എന്തുകൊണ്ട് നിൽക്കുന്നു? ഈ ചോദ്യം ഡിവൈഎഫ്ഐയുടെ വേദിയിൽ നിന്നല്ലാതെ ഈ സമൂഹം കേൾക്കില്ല. യൂത്ത് കോൺഗ്രസിന്റെ, യുവമോർച്ചയുടെ, ഏതൊരു സംഘടനയുടെ ഈ യോഗത്തിൽ നിന്ന് ലോകത്ത് ഇഷ്ടം പോലെ ധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെട്ടിട്ടും എന്തുകൊണ്ടാണ് പട്ടിണി എന്നൊരു ചോദ്യം ഡിവൈഎഫ്ഐയുടെ വേദിയിൽ നിന്ന് മാത്രമേ ഈ ലോകം കേൾക്കുകയുള്ളൂ. അതാണ് ഡിവൈഎഫ്ഐയുടെ രാഷ്ട്രീയം. ഇപ്പൊ നിങ്ങൾ നോക്കൂ, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ലോകമാകെ ചർച്ച ചെയ്തൊരു കാര്യമുണ്ടല്ലോ. അമേരിക്കയിൽ അനധികൃത കുടിയേറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആളുകളെ നാടുകടത്തുന്ന സംഭവവുമായി ബന്ധപ്പെട്ട് ആധുനിക ലോകമാകെ ചർച്ച ചെയ്ത വിഷയം. നമ്മൾ ഇന്ത്യയിൽ നിന്ന് നോക്കുമ്പോൾ ആദ്യത്തെ സൈനിക വിമാനത്തിൽ 104 പേർ ഇന്ത്യയിലേക്ക് ഇങ്ങോട്ട് നാടുകടത്തപ്പെട്ടു. ഒരു രാജ്യത്ത് അനധികൃതമായ കുടിയേറ്റം ഉണ്ടായാൽ അവരെ അവിടെ ഒഴിപ്പിക്കണമോ വേണ്ടയോ, അതാ രാജ്യത്തിന്റെ ആഭ്യന്തര പ്രശ്നം. പക്ഷെ ഒരു കാര്യം, ഇതൊരാധുനിക ലോകമാണ്, ഇതൊരാധുനിക ജനാധിപത്യ ക്രമമുള്ള ലോകമാണ്, നാടാണ്. അതുകൊണ്ട് ലോകത്താകെയുള്ള മനുഷ്യാവകാശവും ജനാധിപത്യാവകാശങ്ങളും സംരക്ഷിച്ചുകൊണ്ട് ആധുനിക ലോകക്രമത്തിൽ ഏത് രാജ്യവും ഒരു തീരുമാനമെടുക്കാൻ പാടുള്ളൂ. പക്ഷെ ഇവിടെ എന്ത് സംഭവിച്ചു? കൈകാലുകൾ ബന്ധിപ്പിച്ച്, മനുഷ്യാവകാശം ലംഘിച്ച്, ആഹാരം കൊടുക്കാതെ, യാത്രാ വിമാനത്തിലല്ലാതെ കൊടും കുറ്റവാളികളെ പോലെ സൈനിക വിമാനത്തിൽ 104 മനുഷ്യരെ ആദ്യത്തെ വിമാനത്തിൽ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നപ്പോ യാതൊരു തരത്തിലുള്ള പ്രതികരണവുമില്ലാതെ ഇന്ത്യയിലെ ഭരണാധികാരികൾ നിന്നു.
നിങ്ങൾ നോക്കൂ, മെക്സിക്കോയിലെ ഭരണാധികാരികൾ, കൊളംബിയയിലെ ഭരണാധികാരികൾ പറഞ്ഞു, ഞങ്ങളുടെ രാജ്യത്തുള്ളവർ നിങ്ങളുടെ രാജ്യത്തുണ്ടെങ്കിൽ ഞങ്ങളുടെ രാജ്യത്തേക്ക് നിങ്ങൾക്ക് തിരിച്ചയക്കാം. പക്ഷെ ഒരു കാര്യമുണ്ട്, അവർ കൊടും കുറ്റവാളികളല്ല, യാത്രാ വിമാനത്തിൽ കൊണ്ടുവരണം, സൈനിക വിമാനത്തിൽ വന്നാൽ ഈ മണ്ണിലിറങ്ങാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് മെക്സിക്കോയിലെയും കൊളംബിയയിലെയും ഭരണാധികാരികൾ പറഞ്ഞുവെങ്കിൽ ഇന്ത്യയിലെ ഭരണാധികാരികൾ കാമ എന്ന് രണ്ടക്ഷരം മിണ്ടിയില്ല. ഇവിടെ ഈ പരുത്തുംപാറയിൽ ഈ സംസാരം കേട്ട് മറ്റു എവിടെയെങ്കിലും മാറി നിൽക്കുന്ന മനുഷ്യരൊന്ന് ആലോചിക്കണം. ഇങ്ങനെ 8-10 ആളുകളെ ചൈനയിൽ നിന്നാണ് കയ്യും കാലും ബന്ധിപ്പിച്ച് ഇന്ത്യ രാജ്യത്തേക്ക് കൊണ്ടുവന്നിരുന്നതെങ്കിൽ എത്ര ദിവസം ഈ നാട്ടിലെ മാധ്യമങ്ങൾ ആഗോള കമ്മ്യൂണിസ്റ്റ് ഭീകരതയെ സംബന്ധിച്ച് നമ്മുടെ നാട്ടിൽ ചർച്ച ചെയ്യുമായിരുന്നു. ഇങ്ങനെ ഒരു 10-15 ആളുകളെ ഏതെങ്കിലും ഒരു ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണ് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിരുന്നതെങ്കിൽ എത്ര ദിവസമാണ് ഇസ്ലാം ഭീകരതയെ സംബന്ധിച്ച് നമ്മുടെ രാജ്യത്തെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുക? ഇന്ത്യ ഭരിക്കുന്നവരൊന്നും പറഞ്ഞില്ല, കോൺഗ്രസ് പറഞ്ഞില്ല, നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ പറഞ്ഞില്ല. ഇവരെല്ലാവരും ഇവിടെ മൗനം പാലിക്കുന്നത് നമ്മൾ കണ്ടു. ഇതാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ നാട്ടിൽ, ഇന്ത്യ രാജ്യത്ത് വലതുപക്ഷ വർഗീയ പ്രസ്ഥാനങ്ങളുടെ നിലപാട് എന്ന് ഈ നാട് ആലോചിക്കണം. ഞാൻ ദേശീയ കാര്യങ്ങളിൽ അന്തർദേശീയ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. നമ്മുടെ രാജ്യം നിങ്ങൾ നോക്കൂ, ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്ന് ഞാനും നിങ്ങളും പഠിക്കുകയും പറയുകയും പ്രചരിപ്പിക്കുകയും പങ്കിടുകയും അഭിമാനത്തോടെ ചെയ്ത നമ്മുടെ രാജ്യത്തിന്റെ പേര് ഇന്ത്യ എന്നാണ്. ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള 1ാമത്തെ രാജ്യമായി നമ്മുടെ രാജ്യം മാറി നിൽക്കുന്നു. പക്ഷെ ഇന്ന് എവിടെയാണ് നമ്മുടെ രാജ്യം? 1947 ഓഗസ്റ്റ് മാസം 15-ാം തീയതി ആധുനിക ഇന്ത്യയായി ലോകത്തിന്റെ ഭൂപടത്തിൽ അടയാളപ്പെടുത്തിയ നമ്മുടെ രാജ്യം 2025 എവിടെ എത്തി നിൽക്കുന്നു? ഈ ചോദ്യം നിങ്ങൾ മറ്റേതെങ്കിലും ഒരു സംഘടനയുടെ വേദിയിൽ നിന്ന് ഈ നാട്ടിൽ കേൾക്കുമോ? ഏതാണ് നമ്മുടെ രാജ്യം? ലോകത്തെ ഏറ്റവും കൂടുതൽ പട്ടിണി കിടക്കുന്ന മനുഷ്യരുടെ നാടാണ് നമ്മുടെ നാട്. ലോകത്ത് സന്തോഷം കുറഞ്ഞ ഏറ്റവും കൂടുതൽ മനുഷ്യൻ ജീവിക്കുന്ന രാജ്യമാണ് നമ്മുടെ രാജ്യം. ഇതുപോലൊരു വൈദ്യുതി പ്രകാശം ജീവിതത്തിൽ ഒരിക്കൽ പോലും കാണാൻ ഭാഗ്യം ലഭിക്കാതെ മരിച്ചു മണ്ണടിയുന്ന 10,000-ങ്ങൾ ജീവിച്ചു പോകുന്ന നാടാണ് നമ്മുടെ രാജ്യം. സ്വന്തം മക്കളെ പോറ്റാൻ ചുവന്ന തെരുവിൽ ഉടുതുണി അഴിച്ച് ശരീരം നിൽക്കുന്ന ഏറ്റവും കൂടുതൽ സഹോദരിമാർ ജീവിക്കുന്ന രാജ്യം ഈ ലോകത്ത് നമ്മുടെ രാജ്യമാണ്. സാമ്പത്തിക അസമത്വത്തിന്റെ പറുദീസയായി നമ്മുടെ രാജ്യം നിൽക്കുകയാണ്. ഇന്ത്യയിലെ 90% വരുന്ന മനുഷ്യൻ കൃഷിയെ ഉപജീവനത്തിനുള്ള മാർഗമായി കാണുന്ന നമ്മുടെ രാജ്യത്താണ് കഴിഞ്ഞ 30 കൊല്ലത്തിനിടയിൽ 7.5 ലക്ഷം കൃഷിക്കാരൻ ആത്മഹത്യ ചെയ്ത നാടായി ഈ ഇന്ത്യ രാജ്യം നിൽക്കുന്നത്. റിസർവ് ബാങ്കിന്റെ മുൻ ഗവർണർ ബിലാൽ ആചാര്യ എന്ന് പറയുന്ന മനുഷ്യൻ തന്റെ ലേഖനത്തിൽ പറഞ്ഞു, CPIM-ന്റെ കേന്ദ്ര കമ്മിറ്റിയുടെ പ്രസ്താവനയല്ല, അദ്ദേഹം പറഞ്ഞു ഇന്ത്യ രാജ്യത്ത് സാമ്പത്തിക അസമത്വം എന്താണ് എന്ന്. റിസർവ് ബാങ്കിന്റെ മുൻ ഗവർണറാണ്. എന്താണ് പറഞ്ഞത്? ഇന്ത്യയിൽ ആകെയുള്ള ജനസംഖ്യയുടെ 50% എന്ന് പറഞ്ഞാൽ ഏകദേശം 75 കോടി. 150 കോടി ഇന്ത്യക്കാരുള്ള ഇന്ത്യ രാജ്യത്ത് 50% എന്ന് പറഞ്ഞാൽ 75 കോടി മനുഷ്യന്റെ ആകെ സമ്പത്ത് എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ആകെ സമ്പത്തിന്റെ 3%. ലോകത്തെവിടെയെങ്കിലും നമുക്ക് കാണാനാകുമോ? ഇന്ത്യയിലെ ആകെ മനുഷ്യന്റെ ഇന്ത്യയിലെ ആകെ സമ്പത്തിന്റെ 3%, 50% ആളുകൾക്ക് ആകെയുള്ളത് അതാണ്. മറ്റൊരു കണക്കെന്താണ്? ഇന്ത്യയിലെ യൂണിയൻ ഗവൺമെന്റും 28 സംസ്ഥാന ഗവൺമെന്റുകളും ഇവിടുത്തെ കേന്ദ്രഭരണ പ്രദേശങ്ങളും ഇവിടുത്തെ തദ്ദേശ സ്വയം സ്ഥാപനങ്ങളും എല്ലാം കൂടി ഓരോ വർഷവും ഈ നാട്ടിൽ ചെലവഴിക്കുന്ന ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്, അടിസ്ഥാന വികസന സൗകര്യത്തിന്, വിദ്യാഭ്യാസത്തിന്, തൊഴിലുറപ്പിന്, പ്രതിരോധ മേഖലയ്ക്ക്, ആരോഗ്യ മേഖലയ്ക്ക്, ഈ നാടിന്റെ വീണ്ടെടുപ്പിന് ഇന്ത്യയിലാകെ ചെലവഴിക്കുന്ന സർക്കാർ പണത്തിന് തുല്യമായ സമ്പത്ത് 185 കുടുംബങ്ങൾ കൈയടക്കിയിരിക്കുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 185 കുടുംബങ്ങൾ ഇന്ത്യയിലെ സർക്കാർ പണത്തിന്റെ, സർക്കാർ ബഡ്ജറ്റ് വിഹിതത്തിന്റെ തുല്യമായ സമ്പാദ്യമുള്ള 185 കുടുംബങ്ങൾ ഈ രാജ്യത്തുണ്ട്. 185 കുടുംബങ്ങൾക്കും ഒരുപോലെ ഉണ്ട് എന്നല്ല.
ആ 185-ൽ 5 കമ്പനികൾ, 5 കുടുംബങ്ങൾ ഇതിലെ 90% കൈയടക്കി വെച്ചിരിക്കുന്നു. അംബാനിയും അദാനിയും ടാറ്റ ഗ്രൂപ്പും ബിർള ഗ്രൂപ്പും ഉൾപ്പെടെ 5 ഗ്രൂപ്പുകൾ, ധനമൂലധന കോർപ്പറേറ്റ് ശക്തികൾ ഈ 185 ആളുകൾ കൈയടക്കിയിട്ടുള്ളതിന്റെ 90% അവരുടെ കയ്യിലാണ്. എങ്ങനെയാണായത്? നമുക്കറിയാം, സ്വതന്ത്രാനന്തര ഇന്ത്യ കടന്നു വന്ന വഴിയിൽ 1990 വരെ വന്ന വഴിയിൽ നിന്ന് പിന്തിരിഞ്ഞ് ഈ നാട് നടത്താൻ തുടങ്ങിയപ്പോഴാണ് നമ്മുടെ നാട്ടിൽ കോർപ്പറേറ്റ് മുതലാളിത്തത്തിന് വളർച്ചയുണ്ടായത്. ഞാനതിന്റെ കൈകണക്കുകളിലേക്ക് ഇനി പോകുന്നില്ല. അങ്ങനെ വന്നു. 90-ന് ശേഷമാണ് നമ്മൾ ടാറ്റ AIG എന്ന പേര് കേട്ടത്. 90-ന് ശേഷമാണ് നമ്മൾ റിലയൻസ് എന്ന പേര് കേട്ടത്. 90-ന് ശേഷമാണ് നമ്മൾ ചില്ലറ വ്യാപാര മേഖലയിലേക്ക് വിദേശ മൂലധനത്തിന്റെ വരവിനെ കുറിച്ച് അറിഞ്ഞത്. 90-ന് ശേഷമാണ് വിദ്യാഭ്യാസ മേഖലയിലെ വാണിജ്യവൽക്കരണത്തെ കുറിച്ച് ഈ നാട് ചർച്ച ചെയ്തത്. 90-ന് ശേഷമാണ് കാർഷിക മേഖലയിലേക്ക് വിദേശ മൂലധനത്തിന്റെ പരന്നൊഴുക്കിനെ കുറിച്ച് ഈ നാട് ചർച്ച ചെയ്തത്. ഈ രാജ്യം പിന്തിരിഞ്ഞ് നടന്നു. നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ചുളുവിലക്ക് വാങ്ങി നമ്മുടെ നാട്ടിലെ കോർപ്പറേറ്റ് ശക്തികൾ ശക്തി പ്രാപിച്ചു. അവരെ തടയാൻ ഒരു ഗവൺമെന്റിനോ ആളുകൾക്കോ കഴിയാത്ത വിധം അവർ വളർന്നു. നിങ്ങൾ നോക്കൂ, നമ്മുടെ രാജ്യത്ത് ബേബി ഫുഡ് ഉണ്ടല്ലോ, കുട്ടികളുടെ ഭക്ഷണം സാമഗ്രികൾ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനി. ഇന്ത്യയിലാകെയുള്ള ബേബി ഫുഡിന്റെ ഉൽപാദനവും വിതരണവും വിൽപ്പനയും നടത്തുന്നതിന്റെ 90% കൈയടക്കി വെച്ചൊരു കമ്പനി നെസ്ലെ എന്ന് പറയുന്ന കമ്പനിയാണ്. ആ കമ്പനിയോട് ഇന്ത്യയിൽ ഒരു കമ്പനിക്കും ഇനി ഏറ്റുമുട്ടി ജയിക്കാനാകില്ല. അവർ വീണ്ടും വീണ്ടും ശതകോടീശ്വരന്മാരാകുന്നു. നിങ്ങൾ നോക്കൂ, ഇന്ത്യയിലെ സ്റ്റീൽ വ്യവസായത്തിന്റെ 75% ടാറ്റ എന്ന് പറയുന്ന കമ്പനിയുടെ കയ്യിലാണ്. അവരോട് ഏറ്റുമുട്ടാൻ നമ്മുടെ നാട്ടിലെ ചെറുകിട കമ്പനികൾക്കാവില്ല. ഇന്ത്യയിലെ അലുമിനിയം വ്യാപാരത്തിന്റെ 90% പ്രിയപ്പെട്ടവരെ വേദാന്ത എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിന്റെ കയ്യിലാണ്. ഇവരോട് ഏറ്റുമുട്ടാൻ ഈ നാട്ടിലാർക്കും കഴിയില്ല. പുകയില ഉൽപ്പന്നങ്ങളുടെ 80% ITC എന്ന് പറയുന്ന ഇന്ത്യൻ ടുബാക്കോ കോർപ്പറേഷൻ കൈയടക്കി വെക്കുന്നു. ആർക്കും ഇവരോട് ഏറ്റുമുട്ടാനാകില്ല. ഇങ്ങനെ സാമ്പത്തിക അസമത്വത്തിന്റെ പറുദീസയായി നമ്മുടെ രാജ്യം മാറുന്നു. നമ്മൾ ആലോചിക്കണം, 23-ാമത്തെ വയസ്സിൽ വെള്ളക്കാരന്റെ കഴുമരത്തിലേക്ക് മുഷ്ടി ചുരുട്ടി ഇൻകുലാബ് പിടിച്ചുപോയ സർദാർ ഭഗത് സിംഗ് സ്വപ്നം കണ്ടിട്ടുണ്ടോ? 7.5 പതിറ്റാണ്ട് കഴിയുമ്പോ അഭ്യസ്ത വിദ്യരിൽ 47% ആളുകൾ തൊഴിലില്ലാത്തവരായി തെണ്ടുന്ന നാടായി എന്റെ രാജ്യം മാറണം എന്ന് ഭഗത് സിംഗ് സ്വപ്നം കണ്ടോ? 7.5 പതിറ്റാണ്ട് കഴിയുമ്പോ 7.5 ലക്ഷം കൃഷിക്കാരൻ ആത്മഹത്യ ചെയ്ത നാടായി എന്റെ നാട് അറിയപ്പെടണം എന്ന് പ്രിയപ്പെട്ടവരെ, കാലിൽ ചെരുപ്പ് ധരിക്കാതെ ഇന്ത്യക്കാരെ ഒരു കോർത്തു നിർത്തിയ മഹാത്മാഗാന്ധി സ്വപ്നം കണ്ടോ? പ്രിയപ്പെട്ടവരെ, ചുവന്ന തെരുവുകളിൽ മക്കളെ പോറ്റാൻ ഉടുതുണേലിക്കുന്ന ഏറ്റവും കൂടുതൽ സഹോദരിമാരുടെ നാടായി ഈ രാജ്യം മാറണമെന്ന് സുഭാഷ് ചന്ദ്രബോസിന്റെ INA-യിൽ ചേരാൻ കൂറ്റനാട് നിന്ന് ഇറങ്ങിപ്പോയ ക്യാപ്റ്റൻ ലക്ഷ്മി സ്വപ്നം കണ്ടോ? ഇത് ഇവരുടെ സ്വപ്നമായിരുന്നില്ല. ഇത് ഈ രാജ്യത്തിന്റെ ഭരണാധികാരികൾ സമ്പന്ന പക്ഷപാതിത്വത്തിലൂന്നി നടത്തിയ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നമ്മുടെ നാട് ഇങ്ങനെയായിപ്പോയി. ഇവിടെ നിങ്ങൾ നോക്കൂ, ഇന്ത്യയിൽ ഇപ്പോൾ ഭരിക്കുന്ന ഭരണാധികാരികൾ ഈ രാജ്യത്തിന്റെ താല്പര്യങ്ങളെ തകർക്കുന്നു. അവർ ഈ നാടിനെ വിഭജിക്കാൻ ശ്രമിക്കുന്നു. കുംഭമേളക്കരയിൽ തുണിയില്ലാതെ നടക്കുന്ന കുംഭമേളയ്ക്ക് കോടിക്കണക്കിന് രൂപ നൽകുന്നു. ശാസ്ത്ര കോൺഗ്രസുകൾ നൃത്തം ചെയ്യുന്നു. മഹാത്മാഗാന്ധിയെ മറച്ചു വെക്കുന്നു. നാഥുറാം വിനായക് ഗോഡ്സെക്ക് വേണ്ടി അമ്പലം പണിയുന്നു. നമ്മുടെ നാട്, പ്രിയപ്പെട്ടവർ, ഇന്ത്യ രാജ്യം വൈജാത്യങ്ങളുടെ ഏറ്റവും സമ്പുഷ്ടമായ പാരമ്പര്യങ്ങളുടെ നാട് ഈ രാജ്യത്ത് വിസ്മൃതമാകുന്നു. പരിണാമ സിദ്ധാന്തം പഠിക്കരുതെന്ന് രാജ്യം ഭരിക്കുന്നവർ പറയുന്നു. മുഗള രാജവംശത്തെ കുറിച്ച് ഈ നാട്ടിൽ ചർച്ച ചെയ്യരുത് എന്ന് ഈ രാജ്യം ഭരിക്കുന്നവർ പറയുന്നു. നമ്മുടെ നാടിൽ അന്ധവിശ്വാസങ്ങളുടെ, അനാചാരങ്ങളുടെ കെട്ടുപാടിലേക്ക് ഈ നാടിനെ കൊണ്ടുപോകാൻ ഈ രാജ്യം ഭരിക്കുന്നവർ പരിശ്രമിക്കുന്നു. ഇവിടെയാണ് ഇടതുപക്ഷത്തിന്റെ പ്രാധാന്യം. ഇന്ത്യയിൽ ഇടതുപക്ഷത്തിന് വലിയ ശക്തിയില്ല, എണ്ണമില്ല. പക്ഷെ നമ്മുടെ പ്രാധാന്യം വളരെ വലുതാണ്. നമ്മുടെ സ്വാധീനവും നമ്മുടെ പ്രാധാന്യവും രണ്ടാണ്. നമ്മുടെ എണ്ണത്തെക്കാൾ, നമ്മുടെ കരുത്തിനേക്കാൾ വലിയ പ്രാധാന്യം ഇന്ത്യയുടെ രാഷ്ട്രീയ
രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷത്തിനുണ്ട്. അത് നമ്മൾ എത്രയോ സന്ദർഭങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ നാട് അപകടപ്പെട്ട എല്ലാ സന്ദർഭങ്ങളിലും ഈ നാടിന്റെ അനുഭവത്തിൽ അതുണ്ട്. എന്തെല്ലാം അനുഭവങ്ങൾ നമുക്ക് ഓർമ്മയുണ്ട്. നിങ്ങൾ നോക്കൂ, അരക്കിലേറെ ചീണ്ട് പറഞ്ഞൊരു മനുഷ്യനെ തല്ലിക്കൊന്നപ്പോ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോയത് ഇടതുപക്ഷത്തിന്റെ ആളുകൾ മാത്രമാണ്. അന്യമതത്തിൽപ്പെട്ട മനുഷ്യന്റെ കിടപ്പാടവും കടകമ്പോളങ്ങളും ആരാധനാലയങ്ങളും ബുൾഡോസർ കൊണ്ട് നിരത്താൻ വന്നപ്പോ മഹാപാവങ്ങളായ മനുഷ്യർക്കിടയിൽ ഈ ബുൾഡോസറിന് മുന്നിൽ ഒരു ചുരുട്ടിപ്പിടിച്ച കടലാസിങ്ങനെ ഉയർത്തിപ്പിടിച്ച് ഒരു സ്ത്രീ ചെന്ന് നിന്നു. ആ സ്ത്രീയുടെ രാഷ്ട്രീയം ചുവന്ന രാഷ്ട്രീയമായിരുന്നു. ഒരു നട്ടപ്പാതിരിക്ക് കാശ്മീർ സംസ്ഥാനമല്ല എന്ന് ഈ രാജ്യം ഭരിക്കുന്നവർ തെരുവ് പട്ടികളെ പോലെ കുരച്ചു ചാടിയപ്പോ ആ കാശ്മീരിലേക്ക് ചെന്ന് ഒരു മനുഷ്യനെ മോചിപ്പിച്ച് ഡൽഹിയിൽ കൊണ്ടുവന്ന് പത്രക്കാരെ മുന്നിൽ നിർത്തി എന്റെ നാടിന്റെ അവസ്ഥ ഇതാണ് എന്ന് വിളിച്ചു പറഞ്ഞ മനുഷ്യന്റെ രാഷ്ട്രീയവും ചോരച്ചുവപ്പായിരുന്നു. 11 വയസ്സുള്ള ആസിഫ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ ആരാധനാലയത്തിൽ ശ്വാസം മുട്ടി വലിച്ചു കീറി കൊലപ്പെടുത്തിയപ്പോ ഞാനും നിങ്ങളും ഈ ലോകവും ആസിഫയെ കുറിച്ചറിയാൻ ജമ്മു കാശ്മീരിന്റെ നിയമസഭയിൽ 0 അവറിൽ ഈ വിഷയം ഉന്നയിച്ചതും പ്രിയപ്പെട്ടവരെ അരിവാൾ ചിറ്റിക നക്ഷത്രത്തിൽ മത്സരിച്ച് വിജയിച്ച ഈ കാശ്മീരിലെ ഒരു ചുവന്ന തരിയായിരുന്നു. മുസാഫർ നഗറിൽ 2 കുട്ടികൾ പന്ത് കളിച്ചുള്ള ഒരു തർക്കം വർഗീയതകളായി മാറിയപ്പോ അത് ഈ നാടിന് താങ്ങാനാകാത്ത വിധം പെറ്റു വീണ മണ്ണിൽ നിന്ന് ഉറ്റവരും ഉടയവരെയും നഷ്ടപ്പെട്ട് ഓടിപ്പോയ മനുഷ്യനെ അവന്റെ മണ്ണിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഈ പരുത്തുംപാറയിലും കോട്ടയത്തും വേറ്റുമാനൂരിലും പുതുപ്പള്ളിയിലും മീനടത്തും ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ളവർ ബക്കറ്റെടുത്ത് പിരിവെടുത്ത് അവിടെ ഏകതാ നഗർന്ന് ബോർഡ് വെച്ച് ഈ മുസാഫർ നഗറിൽ ഇന്ത്യയുടെ പരിക്ഷേപം സൃഷ്ടിച്ചതും ഈ ചുവന്ന രാഷ്ട്രീയമായിരുന്നു. പൗരത്വത്തിന്റെ പേരിൽ ഇന്ത്യയെ വിഭജിക്കാൻ ഇന്ത്യൻ ഭരണാധികാരികൾ കടന്നു വന്നപ്പോ ഇന്ത്യയുടെ തെരുവുകളിൽ ഇരമ്പി പറഞ്ഞ പോരാട്ടത്തിന്റെ കുന്തമുനയായി ഈ നാടിന്റെ മുന്നിൽ ഈ ചുവന്ന രാഷ്ട്രീയമാണ് ഉണ്ടായിരുന്നത് എന്ന് നമ്മുടെ അനുഭവം. ഇങ്ങനെ എത്ര അനുഭവങ്ങൾ. ആ അനുഭവങ്ങളിൽ നിന്നുകൊണ്ടാണ് ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷത്തിന് പ്രാധാന്യമുണ്ടെന്ന്, ഇടതുപക്ഷത്തിന് അതിന്റെ വലുപ്പത്തേക്കാൾ വലിയ പ്രാധാന്യമാണ് ഇന്ത്യയുടെ രാഷ്ട്രീയത്തിലുള്ളത് എന്ന് ഈ നാടിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളവർ എല്ലാവർക്കും അറിയുന്ന കാര്യം. നമ്മൾ ജീവിക്കുന്ന ഒരു നാടുണ്ട്, കേരളം. ആ കേരളം ലോകത്തിന്റെ നെറുകയിലാണ്. ലോകമാകെ കേരളത്തെ ഉറ്റുനോക്കുകയാണ്. കേരളം അഭിമാനികളുടെ നാടാണ്. എങ്ങനെയാണ് ഇങ്ങനെ ഒരു നാടുണ്ടായത്? എവിടെയാണ് നമ്മുടെ നാട് എത്തി നിൽക്കുന്നത്? എങ്ങനെയാണ് ഈ നാട് ഇങ്ങനെ ഒരു നാടായി മാറിയത്? ഒരു ദിവസം കൊണ്ട് മാറിയതല്ല. കോട്ടയത്തിന് തൊട്ടപ്പുറത്ത് കൊല്ലത്ത് കഴിഞ്ഞ ദിവസങ്ങളിലായി നാളത്തോടുകൂടി അവസാനിക്കുന്ന ഒരു മഹാസമ്മേളനം നടക്കുന്നുണ്ട്. അവിടെ ഒരു നവകേരളത്തിന്റെ പ്രഖ്യാപനം നടക്കുന്നു. ഒരു കാഹളം മുഴങ്ങുന്നു. അങ്ങനെ ഒരവസ്ഥയിലേക്ക് എവിടെ നിന്നാണ് ഈ നാട് വന്നത്? അവിടെയാണ് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ പ്രാധാന്യം. അവിടെയാണ് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിന്റെ പ്രാധാന്യം. വഴി നടക്കാത്തവർ, മാറുമറയ്ക്കാത്തവർ, മുലയ്ക്ക് കരം കൊടുത്തവർ, മീശ വെക്കാത്തവർ, മലയാളം പറയാത്തവർ, അടച്ചുറപ്പുള്ള വീട്ടിൽ അന്തി ഉറങ്ങാത്തവർ, മുട്ടിനു താളം മുണ്ടെടുക്കാത്തവർ, പ്രിയപ്പെട്ടവരെ കഴുത്തിൽ കല്ലുമാല ധരിച്ചവർ, അമ്മയെന്നും അന്നമെന്നും സ്വന്തമെന്നും മലയാളം ഉച്ചരിക്കാൻ അവകാശമില്ലാത്തവർ ജീവിച്ചു പോയൊരു നാടായിരുന്നു പൂർവ്വ കേരളം. അന്നൊരു കേരളമില്ല. പരശുരാമൻ വഴി പറഞ്ഞ കേരളം ഈ കേരളമല്ല, ആ കേരളമാണ്. അവിടെ നിന്നാണ് ഇങ്ങനൊരു കേരളം ഉണ്ടായത്. നാടുവാഴി ജന്മിത്വത്തിനെതിരായി കേരളം കണ്ട ഉജ്ജ്വലമായ പോരാട്ടങ്ങളുണ്ട്. കയ്യൂരിലും കരിവള്ളൂരിലും പുന്നപ്രയിലും വയലാറിലും പാടിക്കുന്നിലും ഒഞ്ചിയത്തും ശൂരനാടും ഈ നാടിന്റെ ഗതിവിഗതികളെ മാറ്റിയ ഉജ്ജ്വലമായ പോരാട്ടം പിറന്ന നാട്. 1957 ഏപ്രിൽ മാസം 5-ാം തീയതി ലോകത്തെ ഞെട്ടിച്ച് കേരളത്തിലെ ജാതി ജന്മി നാടുവാഴി തത്വം പിറകൊള്ളിച്ച് ബാലറ്റ് പേപ്പറിലൂടെ മലയാളം അതിന്റെ ചരിത്രം തിരുത്തി സഖാവ് EMSന്റെ നേതൃത്വത്തിൽ ഒരു ഗവൺമെന്റ് വന്നു. അവിടെ നിന്ന് ഈ 2025 മാർച്ച് മാസം 8-ാം തീയതി സഖാവിനെ അനുസ്മരിക്കാൻ ഈ പരുത്തുംപാറങ്ങാടിയിൽ ഞാനും നിങ്ങളും ഒത്തുചേരുന്ന ഈ സായാഹ്നം വരെ ഈ കേരളം സഞ്ചരിച്ചു വന്നൊരു വഴിയുണ്ട്. ആ വഴിയിൽ മലയാളിക്ക് ദിശാബോധം നൽകി, പ്രത്യയശാസ്ത്രത്തിന്റെ വെളിച്ചം നൽകി,
ഈ മലയാളി മനസ്സുകളെ മാറോട് ചേർത്ത് ഈ നാടിന് മുന്നോട്ട് നയിച്ചൊരു രാഷ്ട്രീയമുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെയാണ്. നിങ്ങൾ നോക്കുക, 57 ആദ്യത്തെ ഗവൺമെന്റിന്റെ കാലം മുതൽ ഇന്നു വരെ ഈ കേരളത്തിൽ ഒരു കുടുംബത്തിന്, ഒരു വ്യക്തിക്ക് കൈവശം വെക്കാവുന്ന ഭൂമിക്ക് പരിധി തീരുമാനിച്ചത്, അധിക ഭൂമി മിച്ച ഭൂമിയായി പ്രഖ്യാപിച്ചത്, ഇത് ഭൂരഹിതന് വിതരണം ചെയ്തത്, വിദ്യാഭ്യാസ ബന്ധ ബില്ല് വന്നത്, ഫീസില്ലാതെ പഠിക്കാൻ പറ്റിയത്, അടുത്തുള്ള ആളുകൾക്ക് നടന്നുപോയി പഠിക്കാവുന്ന ദൂരത്തിൽ പള്ളിക്കൂടങ്ങൾ വന്നത്, സമ്പൂർണ്ണ സാക്ഷരത വന്നത്, ജനകീയാസൂത്രണം വന്നത്, ക്ഷേമ പദ്ധതികൾ വന്നത്, ലക്ഷം വീട് പദ്ധതികൾ വന്നത്, 50% സ്ത്രീകൾക്ക് സംവരണം വന്നത്. പ്രിയപ്പെട്ടവരെ, ലോകത്തെ ഏറ്റവും വലിയ സ്ത്രീ ശാക്തീകരണ പ്രസ്ഥാനമായ കുടുംബശ്രീ ജനിച്ചു വളർന്നു പന്തലിച്ച് ഈ നാടിന് തണലായത് ഇങ്ങനെ കടന്നു വളർന്നു വന്ന് ആധുനിക ലോകത്തിന്റെ നെറുകയിൽ ഈ മലയാള മണ്ണ് അടയാളപ്പെടുത്തിയ ഒരു വരച്ചിടലുണ്ട്. ഏതാണത്? ലോകത്തേറ്റവും കൂടുതൽ സന്തോഷം കൂടിയ മനുഷ്യൻ ജീവിക്കുന്ന സമൂഹം, അടച്ചുറപ്പുള്ള വീട്ടിൽ അന്തിയുറങ്ങുന്ന അഭിമാനികളുടെ നാട്, വെളിയിടങ്ങളിൽ മലമൂത്ര വിസർജനം നടത്താത്ത അഭിമാനികളായ മനുഷ്യർ ജീവിക്കുന്ന നാട്, എല്ലാവർക്കും എഴുതാനും വായിക്കാനും അറിയുന്ന നാട്. പ്രിയപ്പെട്ടവരെ, ഡിജിറ്റൽ ഇന്ത്യയുടെ പവർ ഹൗസ് എന്ന് ഇന്ത്യൻ ഭരണാധികാരികൾ അടയാളപ്പെടുത്തിയ നാട്. ആണും പെണ്ണുമല്ലാത്തൊരു വിഭാഗമുണ്ടെന്ന്, നപുംസകങ്ങളെന്ന്, ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് നെറ്റിതുളിച്ച് വിളിച്ച വിഭാഗത്തെ നിങ്ങളും മനുഷ്യരാണെന്ന് ഭിന്നലിംഗക്കാരെ മാറോട് ചേർത്ത് ലോകത്തിന് മുന്നിൽ മനുഷ്യത്വത്തിന്റെ മഹാകാല തീർത്ത ഒരു നാടായി ലോകത്തിന്റെ നിറകയിൽ ഈ കേരളം ഇന്ന് നിൽക്കുന്നുണ്ട്. അത് ഈ ഇടതുപക്ഷത്തിന്റെ വഴിയിൽ ഈ കേരളം സഞ്ചരിച്ചപ്പോൾ വന്നതാണ്. ഇപ്പോൾ നമുക്കറിയാം, 8 കൊല്ലമായി തുടർച്ചയായി കേരളത്തിൽ ഇടതുപക്ഷ ഭരണം നടക്കുക. ഞാൻ അതിന്റെ ഒന്നും വിശദീകരണങ്ങളിലേക്ക് ഈ വൈകിയ വേളയിൽ പോകുന്നില്ല. ചിലത് സൂചിപ്പിക്കുക മാത്രം. നിങ്ങൾ നോക്കുക, ഈ നാടാലോചിക്കുക. ഈ ഗവൺമെന്റിനെതിരായി, കേരളത്തിനെതിരായി എന്തെല്ലാം ചർച്ചകൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നു. നമുക്കിടയിൽ പോലും പലരും പറയുന്നു, 1ാം ഗവൺമെന്റിന്റെ അത്രയ്ക്ക് പോരാ ഈ 2ാം ഗവൺമെന്റ്. നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ വലതുപക്ഷം പൊക്കിക്കൊണ്ടുവന്ന പ്രചണ്ഡമായ പ്രചരണങ്ങളാണ്. നമ്മളല്ലാതെ ആരും ഈ നാട്ടിൽ ഇത് പറയില്ല. നിങ്ങൾ നോക്കൂ, ഈ ഗവൺമെന്റിനെ എവിടെ നിന്ന് താരതമ്യം ചെയ്യണം? ശൈലജ ടീച്ചറിൽ നിന്ന് വീണ ജോർജിലേക്കല്ല, തോമസ് ഐസക്കിൽ നിന്ന് KM ബാലഗോപാലിലേക്കല്ല, 2016 നിന്ന് ഈ കേരളത്തിൽ ഒന്ന് താരതമ്യം ചെയ്യണം. ഈ നാട് മാറിയിട്ടില്ലേ? ഏതാണ് 2016 കേരളം? 2016 കേരളം 12 മണിക്കൂർ പവർ കട്ടും ലോഡ് ഷെഡിങ്ങുമുള്ള നാടാണ്. ആ കേരളം 18 മാസ പെൻഷൻ കുടിശ്ശികയായ കേരളമാണ്. ആ കേരളം പാഠപുസ്തകം കിട്ടാതെ ക്രിസ്തുമസ് പരീക്ഷയ്ക്ക് ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് കുട്ടികൾ പഠിച്ച കേരളം. ആ കേരളം കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി 18 മണിക്കൂർ നേരം ജുഡീഷ്യൽ കമ്മീഷന്റെ മുന്നിൽ പച്ചവെള്ളം കുടിക്കാതെ ഒരു മുഖ്യമന്ത്രി ബപ്പപ്പ എന്ന് പറഞ്ഞ് ഈ മലയാളത്തെ അപമാനിച്ചൊരു കാലമാണ്. സരിതാ നായരും ശാലുമേനോനും ജോപ്പനും ജിക്കുമോനും അരയിൽ തുണിയില്ലാതെ അരങ്ങാടിയ കേരളമാണ്. അവിടെ നിന്ന് ഇന്നു കാണുന്ന ഒരു കേരളം എങ്ങനെയുണ്ടായി? ഈ 2025 നമ്മുടെ പ്രദേശത്ത് എവിടെയെങ്കിലും ജീവിക്കുന്ന ഒരു 10 വയസ്സുള്ള കുട്ടിക്ക് ലോഡ് ഷെഡിങ് എന്താണെന്ന് അറിയുമോ? വോൾട്ടേജ് ക്ഷാമം എന്നൊരു വാക്ക് 8 കൊല്ലമായി ഈ കേരളത്തിൽ ആരെങ്കിലും പറഞ്ഞതായി നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? വീടിനകത്ത് പോയി ബൾബിലേക്ക് ടോർച്ചടിച്ച് ഫിലമെന്റുണ്ടോ എന്ന് നോക്കിയൊരു കാലം 8 കൊല്ലത്തിനിപ്പുറം ഈ കേരളത്തിന് ഓർമ്മയുണ്ടോ? സ്കൂൾ തുറക്കുന്നതിന്റെ മുമ്പേ ഈ കൊല്ലം സ്കൂൾ പൂട്ടുമ്പോ അടുത്ത കൊല്ലം പഠിക്കാനുള്ള പാഠപുസ്തകം അച്ചടിച്ച് കെട്ടുകെട്ടാക്കി 8 കൊല്ലം ഈ കേരളത്തിലെ കുട്ടികളുടെ കൈകളിൽ എത്തിയിട്ടില്ല എന്ന് പറയാൻ നമ്മളെ എതിർക്കുന്നവർക്ക് ഈ തെരുവിൽ ധൈര്യമുണ്ടോ? നിങ്ങളെ ഈ നാട്ടിൽ നമ്മളല്ലാതെ ആരിത് പറയും? ഞാൻ പെൻഷന്റെ കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. നമ്മുടെ നാട് മാറിയിട്ടില്ലേ? ഈ കേരളത്തിൽ മാറ്റം ഉണ്ടായിട്ടില്ലേ? നിങ്ങൾ നോക്കൂ, നമ്മുടെ നാട് സംരംഭക സൗഹൃദ നാടായി ഈ കേരളം മാറി. എന്തൊക്കെയായിരുന്നു നമ്മുടെ നാട്ടിൽ ചർച്ച? 15-20 കൊല്ലമായി നമ്മുടെ നാട്ടിൽ സഹകരണ ബാങ്കിൽ നിന്ന് വായ്പെടുത്ത് 2 കൊല്ലം ഗൾഫിലേക്ക് പോയിട്ട് തിരിച്ചു വന്നിട്ട് നമ്മുടെ ചെറുപ്പക്കാർ ഇവിടുത്തെ റോഡിലേക്ക് നോക്കും. എന്നിട്ട് പറയും, ഗൾഫിലത്തെ റോഡാണ് റോഡ്. പറഞ്ഞിട്ടില്ലേ?
അവിടുത്തെ വികസനം കേരളത്തോട് പുച്ഛം. ഇവിടെ RSSും സംഘപരിവാരത്തിന്റെ ആൾക്കാരുണ്ടോന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ അവര് ബാംഗ്ലൂരിലെ അഹമ്മദാബാദിലെ ഒക്കെ റോഡിന്റെ ചിത്രം എടുത്തിട്ട് വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇതാണ് വികസനം, മോഡിയുടെ നാട് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് നാട്ടിലിട്ട് നിങ്ങൾ കാണും. എന്താണ് ഇടതുപക്ഷം വലതുപക്ഷം തമ്മിലുള്ള വ്യത്യാസം? നമ്മൾ അറിയണം, നമ്മളതിന് മറുപടി പറയണം. നിങ്ങൾ ആരെങ്കിലും വലതുപക്ഷത്ത് നിന്ന് BJPയുടെ ഭാഗത്ത് നിന്ന് ഇന്ത്യയിൽ കേരളത്തിലല്ലാതെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ ഒരു അംഗൻവാടിയുടെ പടമെടുത്തിട്ട് അംഗൻവാടികൾ ഇങ്ങനെയാകണം എന്ന് പറഞ്ഞൊരു ഫോട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഗുജറാത്തിലെ ഏതെങ്കിലും ഒരു ആശുപത്രിയുടെ ഫോട്ടോ എടുത്തിട്ട് ഇതാണ് മോഡിയുടെ വികസനം എന്ന് പറഞ്ഞൊരു ഫോട്ടോ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഒരു LP സ്കൂളിന്റെ ഫോട്ടോ, രാജസ്ഥാനിലെ ഒരു സ്കൂളിന്റെ ഫോട്ടോ എടുത്തിട്ട് ഇതാണ് വികസനം എന്ന് പറഞ്ഞ ഫോട്ടോ പ്രചരിപ്പിച്ചതായി നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമോ? ചെയ്യില്ല. അതാണ് ഇടതുപക്ഷവും വലതുപക്ഷവും തമ്മിലുള്ള വ്യത്യാസം. കേരളത്തിൽ എങ്ങനെയാണ്? കേരളത്തിലെ 70% പദ്ധതി വിഹിതം ക്ഷേമപ്രവർത്തനത്തിന് സേവന മേഖലയിൽ കേരളത്തിൽ ഇടതുപക്ഷം നിലവാക്കി. അപ്പോഴോ നല്ല ആശുപത്രി ഉണ്ടായി, നല്ല അംഗൻവാടി ഉണ്ടായി, നല്ല സ്കൂൾ ഉണ്ടായി, ഇങ്ങനെയുള്ള സേവന മേഖല പുഷ്ടിപ്പെട്ടു. അപ്പൊ എന്തുണ്ടായി? ഇവിടെ റോഡ് അങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ച് കുറഞ്ഞു. ഇപ്പൊ ഈ ഗവൺമെന്റ് എന്താ ചെയ്തത്? കഴിഞ്ഞ പാർട്ടി സമ്മേളനം എറണാകുളത്ത് ചേർന്നപ്പോ 25 കൊല്ലം കഴിഞ്ഞാൽ ഈ കേരളം എങ്ങനെയാകണം ഒരു പരിപ്രേക്ഷ്യം ഉണ്ടാക്കി. കൊല്ലം സമ്മേളനത്തിൽ വരാൻ പോകുന്ന നവകേരളത്തിന്റെ പരിപ്രേക്ഷ്യം പോലെ ഒരു പരിപ്രേക്ഷ്യം നമ്മൾ തിരിച്ചറിഞ്ഞു. നമ്മുടെ കേരളം മാറി. 50 കൊല്ലം ഉള്ള കേരളം അപ്പോഴത്തെ കേരളം, 25 കൊല്ലം ഉള്ള കേരളം അല്ല അന്നത്തെ കേരളം. നമ്മുടെ കുടുംബഘടന മാറി, നമ്മൾ അണുകുടുംബങ്ങളായി, നമ്മുടെ സാമൂഹ്യ സാഹചര്യം മാറി, നമ്മുടെ തൊഴിൽ മാറി, നമ്മുടെ വരുമാനം മാറി, നമ്മുടെ ജീവിത ലക്ഷ്യം മാറി. അപ്പോഴോ ഇതുവരെ വന്ന വഴി പോരാ. അപ്പൊ പുതിയ വഴികൾ വെട്ടണം. അപ്പൊ എന്തെല്ലാം വേണം? നമ്മുടെ ഗതാഗതത്തിന്റെ കണക്ടിവിറ്റി കൂടണം, നമ്മുടെ ഊർജത്തിന്റെ കണക്ടിവിറ്റി കൂടണം. ഇങ്ങനെയെല്ലാം കൂടി നമ്മളൊരു സംരംഭക സൗഹൃദ നാടായി മാറണം. കാർഷിക സമ്പദ്ഘടനയിൽ നിന്ന് വ്യാവസായിക സമ്പദ്ഘടനയിൽ നിന്ന് വൈജ്ഞാനിക സമ്പദ്ഘടനയിലേക്ക് ഈ കേരളം മാറുകയാണ്. അത് മാറാനുള്ള മണ്ണൊരുക്കണം. ആ പണി അവിടെ നടത്തിയത്. അങ്ങനെ നടത്തിയപ്പോഴോ ഇവിടെ നല്ല റോഡുകൾ വേണം. 8 വരി പാത വന്നു. കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് 45 മീറ്റർ വീതിയിൽ NH66 ആദ്യ റീച്ചിന്റെ പണി പൂർത്തീകരിച്ചു. തീരദേശ ഹൈവേ വന്നു, മലയോര ഹൈവേ വന്നു. ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ 671 കിലോമീറ്റർ ദൂരത്തിലുള്ള ഒരു ജലപാത കന്യാകുമാരിയിൽ നിന്ന് കാസർഗോട്ടേക്ക് അറബിക്കടലോരം ചേർന്ന് ഈ കേരളത്തിൽ യാഥാർത്ഥ്യമാകുന്നു. കൊച്ചിയിലെ വാട്ടർ മെട്രോ ചരിത്രം കുറിച്ച് വരുന്നു. കൊച്ചി കായലിൽ നിന്ന് മൂന്നാർ മാട്ടുപെട്ടിലേക്ക് സീപ്ലെയിൻ പറന്നിറങ്ങുന്നു. കേരളം മാറുന്നു. അങ്ങനെ മാറുമ്പോ ചിലർക്ക് കുരുപൊട്ടും. നമ്മുടെ നാട്ടിൽ 20 കൊല്ലമായി തൊഴിലാളികൾ കാരണം അടച്ചുപൂട്ടിയ ഒരു സ്ഥാപനമില്ല. എന്നിട്ടും തെറ്റായ പ്രചരണം നമ്മുടെ നാട്ടിൽ നടത്തുന്നു. നിങ്ങൾ നോക്കൂ, ഇപ്പോ സംരംഭക സൗഹൃദ നാടായി കേരളം ലോക റാങ്കിങ്ങിൽ 1ാമത് നിൽക്കുന്നു. കേരളം തകരണമെന്നും കേരളം ഇല്ലാതാകണമെന്നും ഇവിടെ പലരും കരുതുന്നുണ്ട്. ഇവിടെ എത്തി നമ്മുടെ നാട് കൃത്രിമ പല്ലുൽപാദിപ്പിക്കുന്നതിൽ ലോകത്തെ 2ാമത്തെ കമ്പനി സ്ഥിതി ചെയ്യുന്ന നാടായി ഈ കേരളം നിൽക്കുന്നു. ലോകത്തെ ബ്ലഡ് ബാങ്കുകളിൽ ചോര ശേഖരിച്ച് സൂക്ഷിക്കുന്ന ബ്ലഡ് ബാങ്കിന്റെ 12% ഉൽപ്പാദിപ്പിക്കുന്ന നാടായി ഈ കേരളം നിൽക്കുന്നു. 10 വർഷം കഴിഞ്ഞാൽ അൽഷിമേഴ്സ് എന്ന് പറയുന്ന അസുഖം വരുമോ എന്ന് ഇപ്പോൾ തന്നെ തിരിച്ചറിയാൻ കഴിയുന്ന യന്ത്രം ഉൽപ്പാദിപ്പിക്കാൻ ജപ്പാന്റെ സാങ്കേതിക സഹായത്തോടെ ഈ കേരളം തയ്യാറെടുക്കുന്നു. കേരളം മാറാണ്. കേരളത്തിൽ ഉൽപാദനം നടക്കാത്തത്, വ്യവസായം വരാത്തുള്ള കാരണം ഗതാഗതത്തിന്റെ അപര്യാപ്തതയാണെന്നും പവറിന്റെ ഊർജത്തിന്റെ കണക്ടിവിറ്റിയുടെ കുറവാണെന്നും തിരിച്ചറിഞ്ഞ് നമ്മൾ തിരുത്തി. അങ്ങനെ തിരുത്തിയപ്പോ നമ്മുടെ നാട്ടിൽ മാറ്റമുണ്ടായി. ഇവിടെ പുതിയ സംരംഭകർ വന്നു, പുതിയ പദ്ധതികൾ വന്നു, പുതിയ തൊഴിലവസരങ്ങൾ വന്നു. നാട്ടിൽ ഇവിടെ തന്നെ കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാകണം എന്ന് നമ്മൾ തീരുമാനിച്ചു. നമ്മുടെ പ്രാഥമിക വിദ്യാലയങ്ങൾ പുഷ്ടിപ്പെട്ടതുപോലെ ഈ ഉന്നത വിദ്യാഭ്യാസ മേഖല ശക്തിപ്പെടണം എന്ന് നമ്മൾ തീരുമാനിച്ചു. അതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തി. അങ്ങനെ നടത്തിയപ്പോൾ അതിന്റെ റിസൾട്ട് വന്നു. ഈ കേരളം മനസ്സിലാക്കി, നാട് തിരിച്ചറിഞ്ഞു. ഇന്ത്യയിൽ ഏറ്റവും മികച്ച 100 കോളേജിൽ 40 കോളേജും കേരളത്തിലാണ്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച 15 സർവകലാശാലകളിൽ 4 സർവകലാശാലകൾ ഈ കേരളത്തിലാണ്. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ
കൊച്ചി ശാസ്ത്ര സാങ്കേതിക യൂണിവേഴ്സിറ്റിയിൽ ലോകത്ത് 60 രാജ്യങ്ങളിലെ കുട്ടികൾ ഇപ്പോ ഈ കേരളത്തിലേക്ക് പഠിക്കാൻ ഇങ്ങോട്ട് വരുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. വലിയൊരു കപ്പലിൽ 3 മാസം മുമ്പാണ് സഞ്ചരിക്കുന്ന സർവകലാശാലയായി 68 രാജ്യങ്ങളിലുള്ള കുട്ടികൾ ലോകം ചുറ്റാൻ വന്നപ്പോ ഇന്ത്യയിൽ സന്ദർശനം നടത്തിയ ഏക നാടായി ഈ കേരളം മാറി. ഇങ്ങനെ നമ്മുടെ കേരളം മുന്നോട്ട് പോവാണ്. നമ്മുടെ കേരളം അഭിമുഖീകരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിനെയെല്ലാം ഇടതുപക്ഷം അഭിസംബോധന ചെയ്യുന്നുണ്ട്. നമ്മുടെ വീട്ടകങ്ങളിൽ ഒറ്റപ്പെടുന്ന പ്രായം ചെന്ന മനുഷ്യരുടെ എണ്ണം കൂടുന്നു. ഇന്ത്യയിൽ പ്രിയപ്പെട്ടവരെ വയോജന നയം പ്രഖ്യാപിച്ച ഏക നാടായി ഈ കേരളം മാറുന്നു. യുവജന കമ്മീഷനുണ്ട്, വനിതാ കമ്മീഷനുണ്ട്, പട്ടികജാതി പട്ടികവർഗ കമ്മീഷനുണ്ട്, ന്യൂനപക്ഷ കമ്മീഷനുണ്ട്. ഇതാ കേരളത്തിൽ ഒരു വയോജന കമ്മീഷൻ ഇടതുപക്ഷ ഗവൺമെന്റ് പ്രഖ്യാപിച്ച് നടപ്പിലാക്കുന്നു. സാമൂഹ്യ സാഹചര്യത്തിന്റെ മാറ്റങ്ങളെ കേരളത്തിൽ ഇടതുപക്ഷം ഉൾക്കൊള്ളുന്നതായി നമുക്ക് കാണാനാകുന്നു. ഇങ്ങനെ എല്ലാ മേഖലയിലും ഈ മാറ്റം നമ്മൾ കാണുന്നുണ്ട്. ഇങ്ങനെ കേരളം മാറുമ്പോഴോ ഇതിനെ തകർക്കണം. അതിനെന്തെല്ലാം വഴികൾ നമ്മുടെ നാട്ടിലെ രാജ്യം ഭരിക്കുന്നവർ, അവർ കൊത്താശ ചെയ്യുന്നവർ, നമ്മുടെ നാട്ടിലെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവർ എന്തെല്ലാം ചെയ്യുന്നു? ഈ 2ാം ഗവൺമെന്റ് വന്നതിന് ശേഷം മാത്രം നിങ്ങൾ നോക്കൂ, പലതും ചെയ്തു. നമ്മുടെ സഖാക്കളെ ഡസൻ കണക്കിന് സഖാക്കളെ കൊന്നു, നാട്ടിൽ കുഴപ്പമുണ്ടാക്കാൻ നോക്കി, ധീരജിനെ കൊന്നു, സനൂപിനെ കൊന്നു, അങ്ങനെ ഒരുപാട് ആളുകളെ കൊലപ്പെടുത്തി. ഒന്നിലൂടെ ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല എന്ന് കണ്ടപ്പോ നമ്മുടെ മൂക്കിന് നേരെ ചൂണ്ടി നിങ്ങള് നാണില്ലാത്തവരാണ് എന്ന് പറഞ്ഞു. കേരളം അവിടെ നിന്നില്ല. അന്വേഷണ ഏജൻസികളെ വിളിച്ചു, പുകമറ സൃഷ്ടിച്ചു, ഈ നാടിനെ എത്തിക്കാട്ടാൻ നോക്കി. നമ്മൾക്ക് ഓർമ്മയുണ്ട്, CBI വന്നു, കസ്റ്റംസ് വന്നു, ED വന്നു, പലരും വന്നു, പലതും പറഞ്ഞു, മാധ്യമങ്ങൾ പലതും എഴുതി. എന്തെല്ലാമായിരുന്നു നമുക്കറിയാം. AI ക്യാമറ വിവാദം നമുക്കറിയാം, ലൈഫ് മിഷന്റെ വിവാദം നമുക്കറിയാം, ഈന്തപ്പഴത്തിലെ സ്വർണം നമുക്കറിയാം, കിത്താബിനുള്ളിലെ സ്വർണം നമുക്കറിയാം, KT ജലീലിനെ തൊലിക്കാതെ വിഴുങ്ങാൻ വന്നതറിയാം, പിണറായി വിജയന്റെ പേര് പറഞ്ഞതറിയാം, അവരുടെ കുടുംബത്തെ പറഞ്ഞതറിയാം. ഇപ്പോഴെവിടെ എത്തി? മാധ്യമങ്ങൾ പറയുന്നുണ്ടോ? ഈ നാട്ടിൽ ആരെങ്കിലും ചർച്ച ചെയ്യുന്നുണ്ടോ? രാവിലെ 35 കൊല്ലം കുരച്ച് ചോര തുപ്പി ഈ നാട്ടിലെ മാധ്യമങ്ങൾ ചത്തുമലച്ചിട്ടും CBI പറഞ്ഞു പിണറായിയെ പ്രതി ചേർക്കാൻ ഒരു തെളിവുമില്ല. പ്രിയപ്പെട്ടവരെ, മാധ്യമങ്ങൾ അരവാക്കെഴുതിയോ? KT ജലീലിനെ സ്വർണ്ണക്കടത്തിൽ പ്രതി ചേർക്കാൻ തെളിവില്ലാന്ന് CBI പറഞ്ഞിട്ട് അരവാചകം ഈ നാട്ടിലെ മാധ്യമങ്ങൾ എഴുതിയില്ല. വാളയാറമ്മയെ ഈ നാട് മുഴുവൻ എഴുന്നള്ളിച്ച് നടന്നവർ CBI ഇപ്പോൾ പറഞ്ഞല്ലോ. 10 മാസം നൊന്ത് പ്രസവിച്ച 2 മക്കളെ കാമുകനും കൂട്ടാളികൾക്കും കൂട്ടിക്കൊടുക്കാൻ കാവൽ നിന്ന് അമ്മമാരെ അപമാനിച്ച് ഒരു സ്ത്രീയാണ് പ്രിയപ്പെട്ടവരെ 2 കുട്ടികളുടെ മരണത്തിന് ഉത്തരവാദിയെന്ന് CBI പറയുമ്പോ ലജ്ജയോടെ മലയാളി സമൂഹം തലകുലിച്ചു നിൽക്കുമ്പോ ഈ നാട്ടിലെ മാധ്യമങ്ങൾ പറഞ്ഞോ ഞങ്ങൾ പറഞ്ഞത് തെറ്റായിരുന്നുവെന്ന്? പറഞ്ഞില്ല. നവീൻ കുമാർ എന്ന പേര് കേൾക്കുമ്പോ PP ദിവ്യയുടെ മുഖം നമ്മുടെ മനസ്സിൽ വരുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, വയനാട്ടിലൊരു അച്ഛനും മകനും കോൺഗ്രസിന്റെ നേതാവ് മരിച്ചു. അവരുടെയോ അദ്ദേഹം എഴുതി വെച്ച IC ബാലകൃഷ്ണന്റെയോ മുഖം ഈ നാട്ടിലാരുടെയെങ്കിലും മനസ്സിലുണ്ടോ? ഇവിടെയാണ് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത ബാധിച്ച, ഇടതുപക്ഷ വിരുദ്ധത ബാധിച്ച മലയാളത്തിന്റെ ജീർണതയെ ഈ നാട് തിരിച്ചറിയേണ്ടത്. പ്രിയപ്പെട്ടവരെ, ഇവിടെയാണ് ഈ പ്രസ്ഥാനത്തിന്റെ കരുത്ത്. ഇന്നോ ഇന്നലെയോ തുടങ്ങിയതാണോ? EMS പറഞ്ഞു, അഴീക്കോടൻ അഴിമതിക്കോടൻ എന്ന് വിളിച്ചു. AKG പറഞ്ഞു, മൊയാരത്ത് ശങ്കരനെ പറഞ്ഞു, CH കണാറിനെ പറഞ്ഞു, AK ഗോപാലനെ പറഞ്ഞു, EMS പറഞ്ഞു, സഖാ VK നായനാരെ പറഞ്ഞു. അന്തരിച്ചു മൺമറഞ്ഞു പോയ കോടിയേരിയെയും കോടിയേരിയുടെ മകനെയും വേട്ടയാടി ഇന്നും ജീവിച്ചിരിക്കുന്ന 101 സമരധികാസം സഖാവ് VS-നെയും മകനെയും വേട്ടയാടി. ഇപ്പോഴിതാ പിണറായിയെയും കുടുംബത്തെയും വേട്ടയാടുന്നു. ഈ പരുത്തുംപാറയിൽ, പുതുപ്പള്ളിയിൽ, മീനടത്ത്, ഈ നാടിന്റെ നാട്ടിലവധികളിൽ ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന എനിക്കും നിങ്ങൾക്കും നമുക്കാകെയും അഭിമാനത്തോടെ ഈ നാടിനോട് പറയാനാകും, ആധുനിക കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്ന് വരെ ഇടതുപക്ഷത്തിന്റെ ഒരു മുഖ്യമന്ത്രിയെ വേണ്ട, ഒരു നേതാവിനെ വേണ്ട, ഒരു അരസഖാവിന്റെ ഒരു രോഗം തൊടാൻ ഈ നാട്ടിലെ അന്വേഷണ ഏജൻസികൾക്ക്, ഭരണകൂട ഭീകരതയ്ക്ക് ഈ ഇന്ത്യ രാജ്യത്ത് കേരളത്തിൽ സാധ്യമായിട്ടില്ല. ഇതാണ് ഇടതുപക്ഷം.
ആ ഇടതുപക്ഷം കൂടുതൽ കരുത്തോടെ ഈ നാടിനെ മുന്നോട്ട് നയിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിന് ഈ കേരളം അഭിമുഖീകരിക്കുന്ന വർത്തമാനകാലത്തെ രാഷ്ട്രീയ സമസ്യകളോട് പ്രിയപ്പെട്ടവരെ പടവെട്ടാതെ ഈ നാടിന് മുന്നോട്ട് പോകാനാവില്ല. നമുക്ക് പുതിയ തലമുറയ്ക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്. ഫിലിപ്പ് ജോണിന്റെ പ്രസ്ഥാനത്തിന് നിശബ്ദരായിരിക്കാൻ ഈ വർത്തമാനകാലത്താവുകയില്ല. നമ്മൾ അഭിമാനത്തോടെ പറയും, ലോകത്തെ ഏറ്റവും കൂടുതൽ ഭൂവുടമകളുടെ നാടാണ് കേരളം. ചെറുകിട ഭൂവുടമകൾ ഏറ്റവും കൂടുതലുള്ള നാട് ഈ കേരളമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളത് പരിശോധിക്കണം. നമ്മുടെ നാട്ടിൽ 5ഉം 10ഉം 20 സെന്റ് ഭൂമിക്ക് അവകാശികളായ ഏറ്റവും കൂടുതൽ ആളുകൾ ജീവിക്കുന്ന നാടാണ്. പക്ഷേ DYFI ആലോചിക്കണം. നമ്മുടെ ഒരു യൂണിറ്റ് പ്രദേശത്ത് 100 വീടുണ്ടെങ്കിൽ ആ 100 വീട്ടിൽ 80 വീട്ടിലെയും സ്ഥലത്തിന്റെ പ്രമാണങ്ങൾ അവരുടെ കൈവശമില്ല. ബാങ്കിൽ പണയപ്പെടുത്തി വായ്പയ്ക്കായി പണയപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിലെ ജനങ്ങൾ വ്യക്തിപരമായി കടക്കെണിയിലാണ്. കടമൊരു കുറ്റമല്ല. സഹകരണ ബാങ്കിൽ നിന്നോ മറ്റേത് സ്ഥാപനങ്ങളിൽ നിന്നോ വായ്പ എടുക്കുന്ന ഒരു കുറ്റമല്ല. എന്തിനു വായ്പ എടുക്കണം? ജീവിതം പുതുക്കിപ്പണിയാൻ, വരുമാനം വർദ്ധിപ്പിക്കാൻ, ഒരു പുതിയ സംരംഭം തുടങ്ങാൻ, വീട് പുതുക്കിപ്പണിയാൻ, ഒരു തൊഴിലുണ്ടാക്കാൻ, വരുമാനം വർദ്ധിപ്പിക്കാൻ വായ്പ എടുക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ യുവജന സംഘടനാ പ്രവർത്തകരെന്ന നിലയിൽ നമ്മൾ പഠിക്കണം. കേരളത്തിലെ വ്യക്തിഗത വായ്പകളുടെ 80% ആർഭാട ജീവിതത്തിന്, ആർഭാട വിഭാഗത്തിന് ഈ കേരളം കടക്കണിയിലാകുന്നു. പ്രിയപ്പെട്ടവരെ, പുനർചിന്തിക്കാതെ, ഈ നാടിനെ തിരുത്താതെ ഈ കേരളത്തിൽ മുന്നോട്ട് പോകാനാവില്ല. മെഹന്തി പുതിയ കല്യാണം വരുന്നു, സേവ് ദ ഡേറ്റ് വരുന്നു. ഒറ്റ ദിവസം കൊണ്ട് കഴിഞ്ഞിരുന്ന കല്യാണത്തിന്റെ ചടങ്ങുകൾ ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന പുതിയ കച്ചവടമായി നമ്മുടെ നാട്ടിൽ കടന്നു വരുന്നു. ബ്രാഹ്മണ്യം തിരിച്ചു വരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട് ഇതിനെ തിരുത്താതെ പറ്റില്ല. നമുക്ക് പറയാനാകണം, പുതിയ തലമുറയെ പഠിപ്പിക്കാനാകണം. വിവാഹപ്രായമെത്തുമ്പോ സ്വന്തം രക്ഷിതാക്കളോട് നമ്മുടെ നാട്ടിലെ കുട്ടികൾ പറയണം. ആൺ പെൺ വ്യത്യാസമില്ലാതെ കുട്ടികൾക്ക് പറയാനാകണം, നമ്മുടെ കിടപ്പാടം വിറ്റും പണയം വെച്ചും സ്വർണം വാങ്ങി ഞങ്ങൾക്ക് കല്യാണം വേണമെന്ന്. സ്വർണത്തിന്റെ തൂക്കം കൂടുന്തോറും കിടപ്പറകളിൽ വിഷമുള്ള മൂർഖൻ പാമ്പുകൾ കാത്തിരിക്കുന്നുണ്ട് എന്ന് പ്രിയപ്പെട്ടവരെ, ഈ നാടിനോട് നമ്മളല്ലാതെ ആരാണ് പറയുക? ഇത് തിരിച്ചറിയാതെ, ഇതിനോട് പറയാതെ നമുക്ക് മുന്നോട്ട് പോകാനാവില്ല. അന്ധവിശ്വാസ പ്രചാരകരുടെ എണ്ണം നമ്മുടെ നാട്ടിൽ കൂടുന്നു. ഇതിനെ ചെറുക്കാതെ നമ്മുടെ നാടിന് പോകാനാവില്ല. ഞാൻ പറഞ്ഞല്ലോ, ഒരു അമ്പലം പൂർത്തീകരിക്കണമെങ്കിൽ ഒരു വായനശാല വേണം എന്ന് പ്രഖ്യാപിച്ചൊരു മനുഷ്യൻ ജീവിച്ച നാടാണ്. ഒരു ആരാധനാലയം പൂർത്തീകരിക്കണമെങ്കിൽ ഇപ്പുറത്തൊരു കളിമൈതാനം വേണം എന്ന് പ്രഖ്യാപിച്ച മനുഷ്യന്റെ നാടാണ്. ആ നാട്ടിൽ ആ മനുഷ്യൻ പോലും ദൈവമായി മാറിപ്പോകുന്ന ഒരു കെട്ടകാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ആ കാലത്ത് എവിടേക്ക് നമ്മൾ എത്തി? കോഴിമുട്ടയിൽ ഗൂഢോത്രം നടത്തിയെന്ന് പത്രസമ്മേളനം വിളിച്ചു പറയുന്ന PCC പ്രസിഡന്റിന്റെ നാടായി ഈ കേരളം മാറുന്നു. നമ്മുടെ നാടിനെ തിരികെ കൊണ്ടുവരാതെ, നവോത്ഥാനത്തിന്റെ വഴിയിൽ, പുരോഗമന ചിന്തയുടെ പാതയിൽ ഈ കേരളത്തെ നടത്താതെ നമുക്ക് വിശ്രമിക്കാനാകില്ല. നവകേരളത്തിലേക്ക് കേരളം മുന്നോട്ട് പോകുമ്പോൾ അതിനെ തടയലാണ് ഈ പ്രതിരോധ ശക്തികൾ ലക്ഷ്യം വെക്കുന്നത് എന്നത് നമുക്ക് തിരിച്ചറിയാനും ഈ നാട്ടിലത് പറയാനുമാകണം.